നീ അവിടെ ഇരിക്കെ കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും മുക്കംകാരോട് ഇപ്പോ നമ്മളെ മാത്രമല്ല ലോകത്തിന്റെ ശ്രദ്ധയിൽ തന്നെ ഈ പരശുരാമ ക്ഷേത്രത്തെ കൊണ്ടുവന്നെത്തിക്കുന്ന വിധത്തിൽ വളരെ മോശമായ വിധത്തിൽ ചിത്രീകരിക്കത്തക്ക വിധത്തിൽ ഉള്ള സംഭവഗതികൾ അതെന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്റെ ദൗത്യം എന്ത് എന്നുള്ള സംശയം. എന്തായാലും നമുക്കറിയാം, ചെറിയ ചെറിയ കളവുകളൊക്കെ ചിലപ്പോ ദൈവം കണ്ടില്ല എന്ന് നടിക്കും. അത് വിചാരിച്ചിട്ട് പൊലരോളം കക്കാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ പടച്ചോനും കൂടി പൊറുക്കില്ല എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ ബോധ്യം. പൊലരോളം കട്ടു പലരും. സർക്കാരിന്റെ വിദേശ മലയാളികളുടെ ചോര നീരാക്കുന്ന വിദേശ മലയാളികളുടെ അനാഥരോട് സ്നേഹമുള്ള ഈശ്വര ഭക്തരുടെ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടത് ഒരുപാട് പേരാണ്. ഒരുപാട് പേരെ കബളിക്കുമ്പോൾ കേവലം ഇത്തിരി പൈസ മാത്രമല്ല അവിടെ വഞ്ചിക്കപ്പെട്ടത്, രാഷ്ട്രത്തെ ദ്രോഹിച്ച്. അപ്പോ പരിധി കടന്നപ്പോൾ പുലരോളല്ല പുലർന്നാലും കക്കാമെന്ന ധാർഷ്ട്യം. ഞങ്ങൾക്ക് കക്കാലോ, കാരണം ഞങ്ങളെ പിടിക്കേണ്ടവരല്ലേ ഭരിക്കണത്, അപ്പൊ ധൈര്യമായി കക്കാമല്ലോ എന്ന അഹങ്കാരം കൊണ്ട് എല്ലാ മര്യാദയും ലംഘിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മുക്കമടക്കമുള്ള അനാഥാലയങ്ങളുടെ തിരശീല വലിച്ചു കീറണമെന്ന് പടച്ചോന് വരെ തോന്നിയത്. ആ പടച്ചോന്റെ പോലെ നിർദ്ദേശപ്രകാരമാണ് ഞാനും നിങ്ങളും ഇവിടെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പൊതുയോഗമൊക്കെ കൂടുന്നത്. അനാഥരെ സംരക്ഷിക്കുന്നതിനോ ആരും എതിരല്ല, അത് വേണ്ട എന്ന അഭിപ്രായവും ഇല്ല. വളരെ നല്ല, കാരണം ധാരാളം അനാഥാലയങ്ങൾ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അടുത്ത ഒരു 8-10 വർഷം മുമ്പ് വരെ എന്റെയൊക്കെ വിദ്യാലയത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടുത്തുനിന്നുള്ള യത്തീംഖാനയിൽ നിന്ന് വരുന്ന കുട്ടികളായിരുന്നു. ഇല്ലായ്മയോടും വല്ലായ്മയോടും മല്ലടിച്ചു വരുന്ന ആ കുട്ടികളോട് ഞങ്ങൾക്കുള്ള ദയയും ദീനാനുകമ്പയും അവരെ സംരക്ഷിക്കുന്ന ആ പൗരോഹിത്യത്തോട് ബഹുമാനമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മാറിയിരുന്നു. ഒരുപക്ഷെ അന്ന് അത് ഈശ്വരന്റെ നിശ്ചയപ്രകാരം നടത്തുന്ന ദീനാനുകമ്പയായിരുന്നിരിക്കാം. കച്ചവടമല്ല, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളില്ല. ആ ലക്ഷ്യങ്ങളിലേക്ക് കടന്നപ്പോൾ കടന്നവരെ നമുക്ക് കുറ്റം പറയണ്ട. കാരണം ഏതെങ്കിലും വിധത്തില് പൈസ തട്ടാം എന്ന് വരുന്നു, മറ്റു പലതും ആവശ്യമാണ് കേരളത്തില്. അതിനുവേണ്ടി ഇറങ്ങുന്നവരെക്കാൾ എനിക്ക് നിങ്ങൾക്കും ആദ്യം ചോദിക്കേണ്ടത്, വർഷങ്ങളായി ഇത്തരത്തിൽ നൂറുകണക്കിന് കുട്ടികളെ അന്യ സംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ അനാഥാലയങ്ങളിൽ പാർപ്പിച്ച് വിദ്യാലയങ്ങളിൽ ചേർത്തു എന്ന് പറഞ്ഞ് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതെന്താ വെള്ളരിക്കാ പട്ടണ? ഒരു കുട്ടി ഒന്ന് സ്കൂളിൽ ചേർക്കണം. ഇതിലുള്ളവരൊക്കെ രക്ഷിതാക്കളാ. ഒരു കുട്ടി ഒന്ന് സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ ആ സർട്ടിഫിക്കറ്റിൽ ഒരു അക്ഷരം മാറിയ നിങ്ങൾ എത്ര ഓടിയിട്ടുണ്ട് മേപ്പട്ടും കീഴ്പോട്ടും അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ട്രഷറി കൊണ്ടുപോയിട്ട് ചലാനടക്കാൻ അങ്ങോട്ട് പോയിന്, ആ വക്കീലിനെ കാണാൻ, ഇയാളെ കാണും, തല കിഴക്കാൻ തൂക്കം നിൽക്കൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇട്ടിട്ട് സ്കൂളുകാർ മറ്റുള്ളവർ ഓടിച്ചെന്ന് വലിയ കണക്കുണ്ടോ? ഒരു അക്ഷരം ഒന്ന് തിരിച്ചാൽ മതി, അങ്ങോട്ടൊന്ന് മാറിയാൽ മതി. ഞങ്ങൾക്ക് നിവൃത്തിയിലാക്കാൻ SSLC സർട്ടിഫിക്കറ്റ് ചേർക്കുമ്പോഴേക്ക് മുമ്പ് നിങ്ങളൊന്ന് ശരിയാക്കി കൊണ്ടുവരണം. അതുകൊണ്ട് അധ്യാപകർ ആ ഭാരം, രക്ഷിതാക്കൾ വേറെ നിവൃത്തിയില്ല. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അവിടെ ചലാനടക്കി ഇവിടെ ചലാനടക്കി എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം കുട്ടിയുടെ ആർക്കും ഒരു സംശയമില്ല. 10-15 ഇല്ല, ഇനി ഒന്നും അരയുള്ളൂ. ഈ ഒന്നും അരയുടെയും കടലാസ് ശരിയാക്കാൻ നമ്മളെ കൊണ്ട് മൂക്കുകൊണ്ട് വരപ്പിക്കണ ഈ നാട്ടില് യാതൊരു എത്തുംപിടിയില്ലാതെ അവൻ ഇന്ത്യക്കാരനാണോ, ആ കുട്ടി പുറമെ നിന്നുള്ളതാണോ, അച്ഛനും അമ്മയും ഉണ്ടോ, തട്ടിക്കൊണ്ടുവന്നതാണോ, ഇതൊന്നും അറിയാതെ നൂറുകണക്കിന് കുട്ടികളെ പാർപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ? അപ്പൊ ഭരിക്കുന്നവന് മുന്നിൽ, പണമുള്ളവന് മുന്നിൽ, അഹങ്കാരമുള്ളവന് മുന്നിൽ, ആൾബലമുള്ളവന് മുന്നിൽ പഞ്ചപുച്ഛ മടക്കി നിൽക്കുന്ന ഒരു നിയമത്തിന്റെ മുന്നിലാണോ ഞാനും നിങ്ങളും അനുസരിച്ചത് ഇതുവരെ? നാണക്കെട് തോന്നുന്നു നമുക്ക്. നിയമം അനുസരിക്കാൻ നമുക്കൊക്കെ ബഹുമാനമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന സാംസ്കാരികമായ ഔന്നത്യമുള്ള ഈ നാട്ടിൽ ജനിക്കുകയും ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്. പല പ്രശ്നങ്ങളും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ മറന്നും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ നമുക്കൊക്കെ ബഹുമാനമോ ആദരവും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുച്ഛം തോന്നുന്നു. ഇത്രയധികം ഈ പകൽക്കൊള്ള നടന്നിട്ടും ഇവിടെ ആരും അറിഞ്ഞില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആരൊക്കെ കണ്ണടച്ചു? സാമൂഹ്യനീതി വകുപ്പ് എന്നൊന്നുണ്ട് നമുക്ക്, ഓർഫനേജ് കൺട്രോൾ ബോർഡുണ്ട്. എന്തൊക്കെ പേര് കേൾക്കാൻ എന്ത് സുഖമല്ലേ! എന്തൊക്കെ ഒരു കവിത വായിക്കണ പോലുള്ള
സുഖമുണ്ട് നമുക്ക്. എന്തൊക്കെ സാമൂഹ്യ നീതി വകുപ്പ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ്, സ്കൂളുകളുടെ നേതൃത്വം, അതിന്റെ ഓഫീസ്, അതിന്റെ അപ്പുറത്ത് പോലീസ്, പട്ട, ഇനി ഇല്ലാത്തതൊന്നുമില്ല. എല്ലാവരും ഒന്നടച്ച് കണ്ണു ചിമ്പിയോ ഇത്തരം ചെയ്തികൾക്ക്? ഇതിനാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തുന്നത്. നൂറുകണക്കിന് കുട്ടികളെ അനാഥ ബാല്യങ്ങളെന്ന് കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ഉദ്ദേശം എന്താ എന്ന് അന്വേഷിച്ചാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വർഗീയതയാണ്. ഇവിടെ നടത്തിയിട്ടുണ്ടാവും മാനവ സംഗമമൊക്കെ. വർഗീയ ധ്രുവീകരണം ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് മസിലൊക്കെ പെരുക്കി ഇങ്ങനെ, ഇത്തിരി കുഞ്ഞന്മാര് മസിൽ പെരുക്കുന്ന പോലെ ഉള്ളൂ, എന്നാലും ശരി മസിലൊക്കെ പെരുക്കി ഞങ്ങൾ അനുവദിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിനെ വർഗീയവൽക്കരിക്കാൻ അനുവദിക്കില്ല. ആര് വർഗീയവൽക്കരിച്ചു? ഇതിനെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ ലക്ഷ്യമല്ല. പക്ഷെ ചില സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതിന് മതം മറയുമാകരുത്. സത്യം കണ്ടെത്തുവാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മതം ഒരു രക്ഷയാകരുത്. മതത്തിന്റെ പേരിലല്ല ആരെയും ഇവിടെ വിമർശിക്കുന്നത്. പക്ഷെ തെറ്റുകൾ, ആ തെറ്റുകൾക്ക് പിന്നിൽ ഞങ്ങൾ ഇന്ന മതക്കാരാണ്, ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ ഹൈന്ദവ സംഘടനകൾക്കാകില്ല. തെറ്റാര് ചെയ്താലും, ഹിന്ദു ചെയ്താലും, മുസ്ലിം ചെയ്താലും, ക്രിസ്ത്യൻ ചെയ്താലും, യഹൂദൻ ചെയ്താലും, ഇനി ഇവിടെ ഒന്നുമില്ലാത്ത പോലെ ബഹായി മതക്കാർ ആര് ചെയ്താലും തെറ്റ് തെറ്റാണ്. തെറ്റിനെയാണ് എതിർക്കുന്നത്, മതത്തെയല്ല. അതുപോലെ തന്നെ തെറ്റിന് മതത്തിന്റെ പരിരക്ഷ ഉണ്ടാകരുത്. തെറ്റ് ചെയ്തവൻ മതത്തിന് അതീതമാണ്. ഒരു മതവിശ്വാസി, യഥാർത്ഥ മതവിശ്വാസി നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവന് മതത്തിന്റെ പരിരക്ഷ ആവശ്യമില്ല, പരിഗണന ആവശ്യമില്ല. അപ്പൊ ഇതിനൊരു വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഹൈന്ദവ സമാജം ഈ കേസ് ഏറ്റെടുക്കുന്നത്. ഒരുപാട് സംശയങ്ങള്, ഒരുപാട് ഭീതി, ഒരുപാട് ആശങ്ക ഹൈന്ദവ സമാജത്തിലുണ്ട്. ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ആദ്യത്തെ സംശയങ്ങള്. സംരക്ഷിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ജാർഖണ്ഡിലും ബംഗാളിലും ബീഹാറിലും അതിനു മാത്രം ഈ പറയുന്നത് പോലെ കേരളത്തിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു ദുരിതമായ അവസ്ഥയാണ് ജാർഖണ്ഡിലെയും ബംഗാളിലെയും ബീഹാറിലെയും ഇസ്ലാമിക സമൂഹത്തിന് എന്ന് എടുത്തു പറയുന്നു. ഇസ്ലാമിക സമൂഹത്തിന്റെ പട്ടിണി കൊണ്ടാണ്. ഞങ്ങൾ സംശയിക്കുന്നു ആ വന്ന കുട്ടികൾ 100% മുസ്ലിം കുട്ടികൾ അല്ല എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ വളരെ ആധികാരികമായ സംശയമുണ്ട്. പിന്നെ മതം മാറ്റി എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പലരെയും തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ മനസ്സിലുള്ള സംശയം മാത്രമല്ല, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്ന പലരും അഹങ്കാരത്തോടു കൂടി അവിടെ മറ്റുള്ളവരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടാകാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഇതിന് ഹിന്ദു കുട്ടികളും ഉണ്ടാകാം എന്നൊരു സംശയം ചിലരവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ കേട്ട് നിൽക്കുന്നവരോടല്ല. പക്ഷേ അതിന് ചിലർ ഉടനെ തിരിച്ചു ഉത്തരം കൊടുത്തു, നിങ്ങളുടെ കുട്ടികളും ഉണ്ടാകാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ കൊണ്ടൊന്ന് നോക്കിയതല്ലേ, അനുഭവിച്ചുകൊള്ളിൻ എന്ന തലത്തിൽ ഒലവക്കോട് ഈ കുട്ടികളെ പിടിച്ച സമയത്ത് അത് ഒതുക്കാൻ വന്നവര് ചിലർ വളരെ അഹങ്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ അവിടെ പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മുസ്ലിം കുട്ടികൾ മാത്രമല്ല ഉള്ളത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോ ഇത് രണ്ടായാലും അതിന് മാത്രം പട്ടിണി നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഓർഫനേജുകളുടെ നേതൃത്വവും അതിന്റെ പിന്നിൽ E.T. മുഹമ്മദ് ബഷീർ അടക്കമുള്ള ചാവേറുകളും ഇതിനു വേണ്ടിയിട്ട് മുമ്പിൽ നിന്നിട്ട് അവരടക്കമുള്ളവർ പറയുന്നത് 100% വിശ്വസിക്കുന്നു. കാരണം E.T. മുഹമ്മദ് ബഷീർ കേരളത്തിന്റെ MP ആണ്, ബഹുമാനപ്പെട്ട MP ആണ്. അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. E.T.യുടെ മുഖം ഭാവമൊക്കെ ശ്രദ്ധിച്ചോ? നമ്മുടെ ശരീരഭാഷയൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ സാധാരണ വളരെ സൗമ്യനായി മാത്രം പ്രതികരിക്കുന്ന, പ്രതിഷേധിക്കുകയാണെങ്കിൽ പോലും ഒരു സൗമ്യഭാവം നിലനിർത്തുന്ന E.T.ക്ക് കയ്യിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോയി എന്നുള്ളൊരു പരിഭ്രമം, സംഗതി പിടുത്തം വിട്ടുപോയി എന്ന പരിഭ്രമം, ആ പരിഭ്രമം E.T.യുടെ ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, അനാഥാലയങ്ങളെ പറ്റി ഒന്നും അന്വേഷിക്കേണ്ട. പത്രക്കാർ വെച്ച് എന്തുകൊണ്ട്? ഞങ്ങൾക്കറിയാം അവിടെ ശരിയാണ് നടക്കണമെന്നുള്ളത്. ഇതിപ്പോ ഒരു തെളിവ് വേണോ? നടത്തിപ്പുകാർക്ക് അറിയാത്ര അവിടെ ശരിയാണെന്ന്, പിന്നെ വേറെ ആരും അന്വേഷിക്കണ്ട. ഞങ്ങൾക്കറിയാം അവിടെ ശരിയാണെന്ന്, അന്വേഷിക്കണ്ട. ഒരു MP പത്രക്കാരോട് പറഞ്ഞ ഭാഷയാണ്, അന്വേഷിക്കണ്ട. എനിക്കൊന്നും കൂടെ അല്ല, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അവിടെ സംഗതിയൊക്കെ ശരിയാ. പോരെ, ഓരോന്നും അവരാരോട് പറഞ്ഞാൽ മതി, സംഗതി ശരി, ഇനി ആരും അന്വേഷിക്കണ്ട. ഭീകരവാദിയെ കുറിച്ച് നിർത്തി അവനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ആരും ഭീകരവാദികളല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അവിടെ ഞങ്ങളെ പറ്റി ഒരു അന്വേഷണം വേണ്ട എന്ന് അവരാരാണ് സത്യപ്രസ്താവന കൊടുത്താൽ സംഗതി വളരെ കൂളായി. അപ്പോ നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞങ്ങൾ എത്തുന്നു. അവിടെ പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, വിദ്യാഭ്യാസ ബുദ്ധിമുട്ടുണ്ട്, ദീനാനുകമ്പയും പടച്ചവന്റെ കൃപയ്ക്കും വേണ്ടി ആ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് പോറ്റുന്നു. നിങ്ങളുടെ കാൽക്കൽ അത് നിങ്ങൾ ഈ പറയുന്ന നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കൽ ഈ രാഷ്ട്രം നമസ്കരിക്കും. പക്ഷെ ചോദിക്കേണ്ടത്, അവിടെയുള്ള മുസ്ലിങ്ങൾക്കാണ് ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതെങ്കിൽ
വളർന്നെങ്കിൽ എന്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സച്ചാർ കമ്മീഷന്റെ ഭാഗമായുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിലേക്ക് അടക്കം എഴുതി വാങ്ങി? നിങ്ങൾക്ക് അവിടെയൊന്നുള്ളവരെ കൊണ്ടുവന്ന് സംരക്ഷിക്കാനുള്ള ശേഷിയും ത്രാണിയും ഉണ്ടെങ്കിൽ ഈ കേരളത്തിലേക്ക് എന്തിന് കോടികൾ ഒഴുക്കി? മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ട് എന്തിനിവിടെ കോടികൾ കൈപ്പറ്റി? വിദ്യാലയങ്ങൾ കുറവുള്ള ഭാഗങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാലയങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മലപ്പുറത്തെ 35ഓളം സാധാരണ യതീംഖാനകളും അല്ലാതെയുമുള്ള സ്ഥലങ്ങളെ എയ്ഡഡ് വിദ്യാലയങ്ങളാക്കി മാറ്റിയപ്പോൾ എവിടെ പോയിരുന്നു ഈ വീരാനുകമ്പ? ഈ ജാർഖണ്ഡിലോ ബീഹാറിലോ ബംഗാളിലോ വേണ്ടിയിരുന്ന വിദ്യാലയങ്ങളല്ലേ അത്? ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളത് കേവലം മതം മാത്രമേ മാനദണ്ഡമാക്കാവൂ എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യമുള്ള മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ മാത്രം വളർന്നെങ്കിൽ നിങ്ങളുടെ പൗരോഹിത്യവും നിങ്ങളുടെ സംഘടനകളും ആദ്യം പറയേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഞങ്ങൾക്ക് തരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇതുപോലെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആടുമാടുകളെ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന പോലെ ഈ കുട്ടികളെ കൊണ്ടുവരുന്നമായിരുന്നു. അവർക്ക് വേണ്ടുന്ന വിദ്യാലയങ്ങൾ അവർ തുടങ്ങുമായിരുന്നില്ലേ? 35 സ്കൂള് മലപ്പുറത്ത് കുട്ടികൾക്ക് പിടിയുമില്ല. സ്കൂളിന് യാതൊരു കമ്മി മലപ്പുറത്ത് എന്നല്ല കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദിവാസി മേഖലയിലേ ഉള്ളൂ. ഒരു അധ്യാപികയാണ് ഞാൻ. ഏപ്രിൽ മെയ് മാസമായ അധ്യാപകര് ചാക്കുകൊണ്ടെടുക്കുക പിള്ളേരെ പിടിക്കാൻ. സ്കൂൾ അധികം കുട്ടികൾ കുറവാണ്. ഒരു കുട്ടിയെ കിട്ടും പറഞ്ഞാൽ താന തരാം ചേന തരാന്ന് കൊണ്ടാണ് സ്കൂൾ അധികൃതർ പിന്നാലെ നടക്കുന്നത്. ആ സ്ഥലത്താണ് മലപ്പുറത്ത് 35 സ്കൂൾ പുല്ല് പോലെ തുടങ്ങിയത്. നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനമായിരുന്നു അത്. അതേപോലെ തന്നെ മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാം അടക്കമുള്ളത് കേരളത്തിലെ സമ്പന്ന മുസ്ലിമിനുള്ളതല്ല. മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 6000 രൂപ വീതം സയൻസ്, കണക്ക്, മാത്സ് തുടങ്ങിയ സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രാജുവേറ്റ് അധ്യാപകർക്ക് 6000വും അതിനപ്പുറമുള്ളവർക്ക് 12000 രൂപയും മദ്രസ മോഡേണൈസേഷന്റെ ഭാഗമായി കൊടുക്കുന്നത് എവിടെയെങ്കിലും വിദ്യാലയങ്ങൾ ഇല്ലാതെ മദ്രസകളിൽ സാധാരണ വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയായിരുന്നു. വിദ്യാലയങ്ങൾക്ക് കമ്മിയുണ്ട്, മതപഠനം നടക്കുന്നുണ്ട് എങ്കിൽ ആ മതപഠനം നടക്കുന്ന സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് സ്വാഭാവിക വിദ്യാഭ്യാസവും കിട്ടട്ടെ എന്ന പരിഗണനയിലായിരുന്നിരിക്കാം മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മതത്തിനപ്പുറമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് 6000വും 12000വും ശമ്പളം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഉളുപ്പില്ലാതെ MES സ്വന്തം സെക്കൻഡറി സ്കൂളുകൾക്കടക്കം ആ ശമ്പളം എഴുതി വാങ്ങിച്ചപ്പോൾ, മതം പഠിപ്പിക്കാൻ എന്ന പേരിൽ ആ ശമ്പളം എഴുതി വാങ്ങിച്ചപ്പോൾ ചിന്തിച്ചോ നാളെ പടച്ചോന്റെ മുമ്പിലെങ്കിലും കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത്? പാവപ്പെട്ടവന് പഠിക്കാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ നികുതിദായകന്റെ പുറത്തുണ്ടാക്കിയപ്പോൾ അത് സമ്പന്നന്റെ മക്കളെ വെച്ച് ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ മദ്രസ മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായ പണം എഴുതി വാങ്ങി. അപ്പോ ഈ പാവപ്പെട്ടവരെ പാവപ്പെട്ടവരാക്കിയ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടിയിരുന്ന മുക്കം അനാഥാലയത്തിന് കടത്താനുള്ള ആനുകൂല്യത്തിന് വേണ്ടിയല്ല, വെട്ടത്തൂർ അനാഥാലയത്തിനോ കാരന്തൂർ അനാഥാലയത്തിനോ ഇനിയും ആടുമാടുകളെ തൊളിച്ചു കൊണ്ടുവരുന്നത് പോലെ ആയിരങ്ങളെ കൊണ്ടുവരാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമാക്കി ന്യൂനപക്ഷങ്ങളെ നിർവചിച്ചുകൊണ്ട് അവിടെയായിരിക്കണം സഹായങ്ങൾ നടത്തേണ്ടത്. ഇവിടുത്തെ സമ്പന്നരുടെ കൈകളിൽ കൊണ്ടു കൊടുത്തിട്ട് വേണ്ട ഭിക്ഷക്കാരെ പോലെ ജാർഖണ്ഡിലെയും ബീഹാറിലെയും ബംഗാളിലെയും കുട്ടികൾ ഭിക്ഷക്കാരെ പോലെ ഇവിടുത്തെ സമ്പന്നന്റെ ദയക്ക് വേണ്ടി കേഴണ്ട. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇവര് പറ്റുക, അവര് ഭിക്ഷക്കാരെ പോലെ ഇവിടെ വരിക. അതിന്റെ ആവശ്യമുണ്ട്. ഈ ആനുകൂല്യം അടക്കം അവിടെയല്ലേ കിട്ടേണ്ടിയിരുന്നത്? ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കില്ല. കാരണം അറിയാം, ഉത്തരം ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഇതിന് ആരോടാ ചോദിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ഇതിന്റെ നടത്തിപ്പുകാർക്ക് അറിയില്ലേ? കേരളത്തിന് മുഴുവൻ ആത്മീയ നേതൃത്വം നൽകുന്ന പൗരോഹിത്യങ്ങൾക്കറിയില്ലേ? ബീഹാറിലെയും ജാർഖണ്ഡിലെയും ബംഗാളിലെയും പാൻ ഇസ്ലാമിസം പല സംഘടനകളുടെയും ലക്ഷ്യമല്ലേ? പിന്നെ എന്തേ ആ നാട്ടിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി? അത് തിരിച്ചറിയാതെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും വാദിച്ചത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പാലൊളി കമ്മിറ്റി വയ്ക്കുകയും കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ ഇവിടെയും ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്ത് മറന്നിട്ടില്ല, നമ്മള് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ളവർക്ക് ലോകത്തെമ്പാടുമുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് പോറ്റാനുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഒരു പാലൊളി കമ്മിറ്റി? എന്തിനായിരുന്നു ആനുകൂല്യങ്ങള്? ഇത് ചോദിച്ചാൽ വർഗീയമാകുമെങ്കിൽ ഞങ്ങൾ ആ ബിരുദം അങ്ങോട്ട് സ്വീകരിക്കുന്നു വർഗീയവാദി എന്നുള്ളത് ഒരാക്ഷേപവും ഇല്ല. ഞങ്ങളെങ്ങനെ
വർഗീയവാദി അങ്ങോട്ട് വിളിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പം വരാൻ പോകില്ല. അത് കേൾക്കണത് ഇപ്പൊ സന്തോഷമായിട്ടുണ്ട്. സത്യം പറയുന്നവന്റെ പേര് വർഗീയവാദി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതങ്ങോട്ട് സ്വീകരിച്ചു, യാതൊരു കുഴപ്പമില്ല. അസത്യം പറഞ്ഞിട്ട് കേൾക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇതിൽ സത്യമല്ലാത്ത ചോദ്യം ചെയ്യാം. ഇവിടെ വീണ്ടും പരിപാടി നടത്തുമല്ലോ. ഇപ്പൊ തന്നെ 2-3 കഴിഞ്ഞല്ലോ. നമ്മളായിരിക്കും ഒരു പക്ഷെ ഇതുവരെ അവസാനത്തത്. ഇനി നാളെ തൊട്ട് മറുപടി തുടങ്ങിക്കോട്ടെ. ആദ്യത്തെ ഘട്ടത്തിൽ അവസാനത്തെ നമ്മളായിരിക്കാം. നാളെ തൊട്ട് മറുപടി തുടങ്ങാം, ഇതിന്റെയൊക്കെ മറുപടി തുടങ്ങാം. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരന്, ഇവിടുത്തെ മറ്റേ സമ്പന്നന്റെ കൈകളില് എന്തിന് ഇത്തരം ആനുകൂല്യങ്ങൾ എത്തിച്ചു? ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ അനാഥാലയങ്ങളിലെ കണക്കുകൾ ഇവിടെ പക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. എന്താ പറഞ്ഞാന്നറിയാത്തോണ്ട് ഒരു ആവർത്തന വിരസത ചിലപ്പോൾ വരുമായിരിക്കാം. ഇവിടുത്തെ അനാഥാലയങ്ങളുടെ കണക്കില് സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗമായിട്ട് ഗ്രാന്റ് കൈപ്പറ്റുമ്പോൾ അത് കേരളത്തിന്റെ പണമാണ്. ഇവിടുത്തെ അട്ടപ്പാടിയിലും വയനാട്ടിലെയും പാവപ്പെട്ട ആദിവാസി കുട്ടികൾ ഒരു നേരത്തെ അന്നം കിട്ടാണ്ട് പെടഞ്ഞ് ചാകുമ്പോൾ അവിടെ കൊഴിക്കേണ്ട പണം അനാഥാലയങ്ങളുടെ പേരിൽ കേരള സർക്കാരിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ വീണ്ടും ചോദിക്കട്ടെ, പൊറുക്കുമോ പടച്ചോൻ? കേരളത്തിലെ ആദിവാസികളുടെ ശവം നമ്മുടെ മുമ്പിലില്ലേ? ഒരു നേരത്തെ അന്നം കഴിക്കാൻ വഴിയില്ലാതെ, ഒരു തുള്ളി പാല് കുട്ടിക്ക് കൊടുക്കാൻ ചൊരന്നു നൽകാത്ത മുലയുമായി നിൽക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാര്, അവരുടെ കണ്ണുവെട്ടത്ത് അവർക്ക് ഉപകരിക്കേണ്ട കേരളത്തിന്റെ പണം. കേരളം അത്രമാത്രം സമ്പന്നമായോ? ഇന്ത്യയിലുള്ളവരെ മുഴുവൻ സംരക്ഷിക്കാൻ മാത്രം സമ്പന്നമായോ സർക്കാരിന്റെ പണം കൊടുത്തുകൊണ്ട്? അപ്പോ ഇവിടെ ഇനി ഞങ്ങൾക്ക് സംശയങ്ങളല്ല, സംശയങ്ങൾ ഒരുപാട് ഇനിയുണ്ട്. നമുക്ക് പറയാം, സംശയങ്ങൾ പലതും ഇവിടെ പറഞ്ഞിട്ടും ഉണ്ടാകും. സംശയങ്ങളല്ല ഇനിയുള്ളത്. ഇനിയുള്ളത് ചില തീരുമാനങ്ങളാണ്, ചില അറിയിപ്പുകളാണ്, ചില അന്വേഷണങ്ങളാണ്. ഇഷ്ടമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില അന്വേഷണങ്ങള്, ഞങ്ങൾക്ക് ചിലത് അറിയാനുള്ള ചില അന്വേഷണങ്ങള്. ഇവിടെ ഈ അനാഥാലയങ്ങൾ ഇത് മാത്രമല്ല, ഇന്ന് കുട്ടികളെ ആടുമാടുകളെ പോലെ കുത്തി നിറച്ചു കൊണ്ടുവന്ന അനാഥാലയങ്ങൾ മാത്രമല്ല, അത് പത്രത്തിൽ പേര് വന്ന കുട്ടികളെ പിടിച്ച അനാഥാലയങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ അനാഥാലയങ്ങളും, ഹിന്ദു നടത്തുന്നതാകട്ടെ, മുസ്ലിം നടക്കുന്നതാകട്ടെ, ക്രിസ്ത്യാനി നടത്തുന്നതാകട്ടെ, 12,000 കുട്ടികളെ ഞങ്ങൾ വളർത്തുന്നു. ഹൈന്ദവ സംഘടനകൾ നോക്കാം, അന്വേഷിക്കാം. എല്ലാ അനാഥാലയങ്ങളും കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുക്കണം. കഴിഞ്ഞൊരു 10 വർഷം അവരെല്ലാം സാമൂഹ്യ നീതി വകുപ്പിന് എത്ര കുട്ടികളുടെ പേരിൽ ഗ്രാന്റ് വാങ്ങിയിട്ടുണ്ട്? തീർച്ചയായും ആ കുട്ടികളുടെ പേര് വിവരങ്ങൾ അനാഥാലയത്തിൽ ഉണ്ടായേ പറ്റൂ. ആ കുട്ടികളുടെ പേരിലാണല്ലോ ഗ്രാന്റ് വാങ്ങിച്ചിരിക്കുന്നത്. 100 കുട്ടിയുടെ പേരിൽ ഗ്രാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 100 കുട്ടികളുടെ വേറെബൌട്ട്സ് അനാഥാലയത്തിൽ ഉണ്ടാകണം. ആ ഒരു 10 വർഷത്തെ അന്വേഷണം നടന്നേ മതിയാകൂ. ആ കുട്ടികൾ എവിടെ നിന്ന് വന്നു, ഇന്ന് എവിടെയുണ്ട്, എവിടെ നിന്ന് വന്നു, ഏതുവരെ പഠിച്ചു, ഇന്ന് എവിടെയുണ്ട്? ഇത് 10 വർഷം എല്ലാ അനാഥാലയങ്ങളിലും, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, സാധാരണക്കാരന്റെ ദീനാനുകമ്പയെ ഒരു പക്ഷെ ഇത്തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോ പാവപ്പെട്ടവൻ അവൻ ഉണ്ണുന്നതിന്റെ ഒരു ഉരുള ഊറ്റി വെച്ചിട്ടായിരിക്കാം ഇതിലൊക്കെ സമ്പത്ത് നൽകണത്. ഉണ്ടായിട്ടല്ല, സമ്പന്നനാകില്ല. ഒരു നേരത്തെ അന്നം ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉരുള മാറ്റി വെച്ചുകൊണ്ടായിരിക്കാം അവൻ ഒരു നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള അന്നദാനത്തിന് കൊടുക്കുന്നത്. അത്തരക്കാർക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട്, സമാജത്തെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ധിക്കാരങ്ങൾ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ അത് ഇനി നടക്കാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഭരണകൂടമാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുക. എത്ര കുട്ടികളുടെ പേരിൽ ഗ്രാന്റ് വാങ്ങിയിട്ടുണ്ടോ ആ കുട്ടികളുടെ മുഴുവൻ വേറെബൌട്ട്സ് അന്വേഷിക്കണം. എവിടെ നിന്ന്, ആരുടെ കുട്ടി അനാഥനാണോ സനാഥനാണോ, ഇന്ന് ആ കുട്ടികൾ എവിടെയുണ്ട്? ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ചേ പറ്റൂ. പക്ഷേ കേരളത്തിനകത്ത് ഇത് അന്വേഷിക്കേണ്ടത് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പോലീസാണ്. രമേശ് ചെന്നിത്തല കുട്ടികളെ പിടിച്ചു എന്നിട്ട് കേട്ടപ്പോ മുഖത്ത് തപ്പിയൊക്കെയപ്പോ ഒരു സാധനം ഉണ്ടായിരുന്നു, മീശ. കുട്ടികളെ പിടിച്ചു എന്ന് കേട്ടപ്പോ അയ്യോ കുട്ടികളെ പിടിച്ചോ എന്ന് തപ്പിയപ്പോഴാണ് ഒരു സാധനം മുഖത്ത് തടഞ്ഞത്. ഞാനാണ്. അതുകൊണ്ട് ആണിനെ പോലെ അങ്ങോട്ട് പ്രതികരിച്ചു. മനുഷ്യക്കടത്ത് സമ്മതിക്കില്ല, അനുവദിക്കില്ല, ഞാൻ അന്വേഷിക്കും, ഞാൻ മൂക്കി രോമം പിടിച്ചു വലിച്ചു പറക്കല്ലേ, മൂക്കൂടി വലിച്ചു കയറ്റും. പാണക്കാട്ടുന്നൊരു നോട്ട, പാണക്കാട്ടുന്നൊരു നോട്ട. ട്രൗസർ മാറ്റിയെന്നാ കേട്ടത്. പാണക്കാട്ടുന്നൊരു നോട്ട അങ്ങോട്ട് എത്തിയപ്പോ ട്രൗസർ മാറ്റിയെന്നാ നോക്കുന്നത്. ഇപ്പോഴും ഒടയാത്ത കഞ്ഞിപ്പശ ഒടയാത്ത കതറ് വിട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാണക്കേടിന്റെ പേരാണോ രാഷ്ട്രീയം? ഒരു പിടി വോട്ടിന് വേണ്ടിയിട്ട്, കൂട്ടിക്കെട്ടാൻ കൂടെ ഒരു കൊടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ
പോലെ അധപ്പതിക്കുന്നു. ചിന്തിക്കാൻ നമ്മളെ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ ആത്മാഭിമാനമാണ് പണയം വെച്ചത്. രമേശ് ചെന്നിത്തലയുടെ ഈ മലക്കം മറിയലിലൂടെ പണയം വെച്ചത് കോൺഗ്രസുകാരുടെ ആത്മാഭിമാനമാണ്. നിങ്ങൾ പറയണ പാരമ്പര്യം ഞങ്ങൾക്കറിയാൻ വയ്യ, അങ്ങനെ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പാരമ്പര്യം ഉണ്ടെന്നോ പഴക്കം ഉണ്ടോന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെ മൊത്തം പണയം വെച്ചില്ലേ പാണക്കാട് കൊണ്ടുപോയിട്ട് കൂട്ടിക്കെട്ടാൻ, ഒരു കൊടിക്ക് വേണ്ടിയിട്ട്, 10 വോട്ടിന് വേണ്ടിയിട്ട്. അവരുടെ കാര്യം കണ്ട അവർക്ക് നിങ്ങളെ വേണോ? എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കാര്യം കണ്ടാ വേണോ എന്നുള്ളത്? അപ്പോ അവിടെ ഒരു മലക്കം മറിഞ്ഞു. ഭരണത്തിലുള്ള പങ്കാളിത്തം എന്തിനാണെന്ന് ഇന്ന് ജനം തിരിച്ചറിയുന്നു. കേവലം 5-ാമത്തെ 6-ാമത്തെ മന്ത്രിക്ക് വേണ്ടിയല്ല, കൊടിവെച്ച കാറിൽ പറക്കാനുള്ള മോഹം കൊണ്ടല്ല, 70% റവന്യൂ കൈകാര്യം ചെയ്യാമെന്ന മോഹം കൊണ്ടും അല്ല. ഭരണത്തിൽ പങ്കാളിത്തം നേടുന്നത്, രാഷ്ട്രീയം സംസാരിക്കുന്നത് മറ്റു പലതും ഒളിപ്പിക്കാനുള്ള മറയാണ് പലർക്കും. ആ രാഷ്ട്രീയമില്ലായിരുന്നുവെങ്കിൽ, ഭരണത്തിൽ പങ്കാളിത്തമില്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നില്ല ഇതൊന്നും ഇവിടെ. അപ്പൊ അതൊരു മറയാണ്, പലതും ഒളിപ്പിക്കാനുള്ള ഒരു മറ. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞത്. ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള ആദ്യം ഒന്ന്, ഇവരെ എന്തിനുപയോഗിച്ചു? കണക്കുകൾ ലഭ്യമല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്ത് വിചാരിക്കണം? ഇവിടെ വന്നു പോയ കുട്ടികൾ എവിടെ? അവിടെ തിരിച്ചെത്തിയോ? ഇന്ന് എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നമ്മുടെയൊക്കെ മനസ്സിൽ സംശയമുണ്ട്. കേരളത്തിൽ വ്യാപകമായി കുട്ടികളെ ലൈംഗികമായി, പ്രത്യേകിച്ച് ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെ മാത്രമല്ല, ഒരു വിഭാഗം ആളുകൾക്കിടയിലുള്ള ഒരു തരം കാമവെറി എന്ന് തന്നെ തുറന്നു പറയട്ടെ, ആൺകുട്ടികളെ അടക്കം ഉപയോഗിക്കുന്ന ഒരു കാമവെറി, അത് ഗൾഫ് നാടുകളിലുണ്ട്, കേരളത്തിലുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഇതിനായിരുന്നുവോ ഈ പാവങ്ങളെ, ആടുമാടുകളെ പോലെ കുത്തി നിറച്ചു കൊണ്ടുവന്നത്? അതിനുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇവിടുത്തെ ഭാഷയിലോ മറ്റേതെങ്കിലും, നമുക്ക് ഈ നാട്ടുകാർക്ക് അറിയണ ഒരു ഭാഷയിലും സംസാരിക്കാൻ അറിയാത്ത ആ കുട്ടികളെ എങ്ങനെ ദുരുപയോഗം ചെയ്താലും ആരറിയാനാ? ഇവരെ നന്നാക്കാനായിരുന്നുവെങ്കിൽ, ഇവരെ പഠിപ്പിച്ച് നേരെയാക്കാനായിരുന്നുവെങ്കിൽ, ജാർഖണ്ഡിലും ബംഗാളിലും ബീഹാറിലും കിടക്കണമെന്ന് മലയാളം പഠിച്ചിട്ട് എന്താ കാര്യം? മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട്. ഇംഗ്ലീഷ് ലോകഭാഷയാണ്, ഹിന്ദി രാഷ്ട്രഭാഷയാണ്. ഇത് രണ്ടും പഠിച്ചാൽ മനസ്സിലാക്കാം. ഈ ഇത്തിരി പോകുന്ന കേരളത്തിൽ മാത്രം, ദക്ഷിണേന്ത്യയിൽ പോലും വ്യാപകമായി ഒരുപക്ഷെ പഠിക്കാത്ത ഈ മലയാളം ഈ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇവരെ തിരിച്ചയക്കില്ല എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അല്ലായിരുന്നെങ്കിൽ ഇവർ ഈ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? അവരുടെ മാതൃഭാഷയല്ല, രാഷ്ട്രഭാഷയല്ല, ലോകഭാഷയല്ല, ഇതൊന്നുമല്ല. വിദ്യാഭ്യാസം നടക്കേണ്ടത് ഈ 3 മീഡിയത്തിലാണ്. അതിലേറ്റവും നമുക്കറിയാം മാതൃഭാഷ ആയിക്കോട്ടെ. ഉയരങ്ങളിലേക്ക് പോകണമെന്നും ചിറക് വിരിച്ച് ഉയരണമെന്നും ആഗ്രഹമുള്ളവർക്ക് ഇംഗ്ലീഷ് ഭാഷയാകാം. തത്തെ പഠിപ്പിച്ച് വിട്ടമാതിരി TV-യിൽ ഇരുന്നിട്ട് ചിലരിങ്ങനെ പറയുന്നത് കേട്ടു, സമ്പന്നന്റെ മക്കളെ ഊട്ടിയിലേക്ക് വിടണില്ലേ? പിന്നെന്താ ജാർഖണ്ഡിലെ കുട്ടിക്ക് കേരളത്തിൽ ഒന്ന് പിടിച്ചാല്? സമ്പന്നന്റെ കുട്ടിയെ ഊട്ടിയിലേക്ക് വിട്ട് പഠിപ്പിക്കാമെങ്കിൽ തത്തെ പഠിപ്പിച്ച പോലെ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ മാതിരി പല ചാനലും പലരും എടുത്ത് പറഞ്ഞു കിട്ടു. സമ്പന്നന്റെ കുട്ടിക്ക് തമിഴ്നാട്ടിലെ ഊട്ടി പോയിട്ട് പഠിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഡെറാഡൂണിലെ മറ്റേ ഡൂൺ സ്കൂളുകളിൽ അവിടെ പോയി പഠിക്കാമെങ്കിൽ, പാവപ്പെട്ട ജാർഖണ്ഡിലെ കുട്ടിക്ക് കേരളത്തിൽ ഒന്നൂടെ? 2 സംസ്ഥാനത്തിലും ആരെന്നില്ലേ? സമ്പന്നൻ അവിടെ പോയി പഠിപ്പിക്കുന്നത്, ഊട്ടി പോയി പഠിപ്പിക്കുന്നത് തമിഴ് പഠിക്കാനല്ല, ഡെറാഡൂണിൽ പോയി പഠിപ്പിക്കുന്നത് മറ്റൊരു ഭാഷ പഠിക്കാനല്ല, അവൻ ലോകഭാഷയായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനാ. ചിറക് വെച്ച് ഉയരട്ടെ എന്നുള്ള മോഹത്തിലാണ്. ഈ 3 മീഡിയത്തിൽ വിദ്യാഭ്യാസം നടക്കാം. മാതൃഭാഷയിലാകാം, രാഷ്ട്രഭാഷയിലാകാം, ലോകഭാഷയിലാകാം. ഇതിലേത് ഭാഷയാണ് മലയാളം? ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വന്ന കുട്ടികളുടെ മാതൃഭാഷയാണോ മലയാളം? രാഷ്ട്രഭാഷയാണോ മലയാളം? ലോകഭാഷയാണോ മലയാളം? അപ്പൊ അതിൽ തന്നെ മനസ്സിലായില്ലേ, കുട്ടികളുടെ വളർച്ചയല്ല എന്നുള്ളത് ലക്ഷ്യം പലതാണ്. ഏറ്റവും പ്രകടമായ ആദ്യം കാണുന്ന ലക്ഷ്യം, ഗുപ്ത ലക്ഷ്യങ്ങൾ പലതുമുണ്ട്. ആദ്യം കാണുന്ന ലക്ഷ്യം ഇവിടുത്തെ സ്കൂളുകളിലെ പോസ്റ്റ് ഒന്ന് ഇരട്ടിപ്പിക്കണം, പോസ്റ്റ് ഒന്ന് നിലനിർത്തണം. ബാക്കിയുള്ള ഒരു ചാക്കും കൊണ്ട് നടക്കുമ്പോ ഇത് ഒന്നിച്ച് തീവണ്ടി ബോഗിയിൽ ഒന്നിച്ച് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട്, അതും കേരള സർക്കാരിന്റെ പണം, ഇല്ലാത്ത പോസ്റ്റുകൾ പെരിപ്പിച്ച് കാണിച്ച് നിയമിക്കാൻ, ഉള്ളവരെ നിലനിർത്താൻ, അതിന് എണ്ണം കാണിക്കാനുള്ള തലകളായിരുന്നു പലർക്കും ഇത് ആദ്യത്തെ ഘട്ടത്തിൽ. 100 കണക്കിന് കുട്ടികളെ ഇവിടുത്തെ സ്കൂളുകളിൽ എത്ര പോസ്റ്റ് പോയിട്ടുണ്ടാകും? ഫിക്സേഷൻ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഈ വർഷത്തെ ഫിക്സേഷൻ കഴിഞ്ഞാൽ അറിയാം ഈ കുട്ടികളെ അങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ എത്ര പോസ്റ്റുകൾ പോകും എന്നുള്ളത്. അപ്പൊ ആ ഒരു തരത്തിൽ ഒന്ന് ഗ്രാന്റ് തട്ടുന്നു, മറ്റൊന്ന് അനധികൃതമായി അധ്യാപകരുടെ ശമ്പളം, ഈ പോസ്റ്റുകൾ പെരിപ്പിച്ച് കാട്ടി അധ്യാപകരെ വെക്കുന്നു, അധ്യാപകരുടെ ശമ്പളം സർക്കാരിനെ കൊണ്ട് ചെലവഴിപ്പിക്കുന്നു. ഒന്ന് പ്രകടമായ
സാധാരണയായി നമുക്ക് കാണാവുന്ന ഒന്ന്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ലൈംഗികമായ ദുരുപയോഗം നടന്നിരിക്കാം. ഒരു ഭാഷയിലും മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ കുട്ടികളെ എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടികൾക്കും ദൈവത്തിനും ഉപയോഗിച്ചവർക്ക് മാത്രം അറിയുന്ന കാര്യം. ഇനി മറ്റൊന്ന്, മുക്കം അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരെന്ന് പറഞ്ഞവര് TV-യിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ഞാൻ കണ്ടു. അത് ആരായിരുന്നു ചുമതലക്കാരൻ, എന്താ പേരെന്ന് എനിക്കതിനെ തുടക്കത്തിൽ കണ്ടില്ല, ഇടയ്ക്ക് വെച്ചിട്ടേ കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കുട്ടികളെ വളർത്തി എങ്ങോട്ടും വിടുകയല്ല, ഞങ്ങൾ ഇവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ്. ഇവിടെ പഠിച്ചവർക്ക് മറ്റേ രക്ഷിതാക്കൾ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ ഇവിടെ 6 സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണു, ഞങ്ങൾ അതിന് വീട് വെച്ചു കൊടുക്കണു. 6 സെന്റ് സ്ഥലവും ഒരു വീടും ഞങ്ങൾ കൊടുക്കണു. ആചാര്യ അതന്നെയാണ് പ്രശ്നം. അടുത്തത് അത് തന്നെയാണ് പ്രശ്നം. ഇസ്ലാമിക ജനസംഖ്യ പെരുപ്പിക്കാനുള്ള, ഇസ്ലാമിക ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമം അന്യനാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ബംഗ്ലാദേശികളെ അടക്കം ഇന്നാട്ടിലെ പൗരന്മാരായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്താന്, ജനസംഖ്യ കണക്കെടുപ്പിൽ പെടുത്താന്, എന്നിട്ട് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരിൽ നിന്ന് സീറ്റുകൾ തൊട്ട് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ വരെ ഈ പെരുപ്പിച്ച ജനസംഖ്യയുടെ പുറത്ത് വാങ്ങിച്ചു കൂട്ടുക എന്ന ലക്ഷ്യം. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും പറയണതല്ല. ബംഗ്ലാദേശിൽ നിന്ന് ആയിരങ്ങളും ലക്ഷങ്ങളും ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദാരിദ്ര്യം മാത്രമല്ല കാരണം, കടത്തി കൊണ്ടുവരികയാണ്. ആസാം ഇത് അനുഭവിക്കുന്നുണ്ട്. ആസാമിലെ ജനസംഖ്യയിലെ നല്ലൊരു ശതമാനവും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നതല്ല. ഇവിടെ ഞങ്ങൾ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. മറ്റിടത്ത് ഞങ്ങൾ ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്. അവിടുത്തെ ന്യൂനപക്ഷത്തിന് അവകാശമില്ല. പാകിസ്ഥാനിലെ ഭൂരിപക്ഷത്തിന് അവകാശമാണുള്ളത്, ബംഗ്ലാദേശിലെ ഭൂരിപക്ഷത്തിന് അവകാശമാണുള്ളത്. അവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ പറയണ്ടല്ല, അധികാരമാണുള്ളത്. അപ്പൊ ഭൂരിപക്ഷമായാൽ അധികാരവും ന്യൂനപക്ഷമായാൽ അവകാശവും ഇത് ലോകം മുഴുവൻ ഞങ്ങൾ കാണുന്നതാ. അപ്പൊ ആ ഭൂരിപക്ഷത്തിന്റെ അധികാരം പലതും കണക്ക് പറഞ്ഞു മേടിക്കാൻ ഈ 6 സെന്റ് സ്ഥലവും വീടും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ എത്ര പേരെ ഇന്നാട്ടുകാരല്ലാത്തവരിവിടെ കുടിയിരുത്തിയിട്ടുണ്ട്? അതിൽ ബംഗ്ലാദേശികൾ എത്രയുണ്ട്? മാനവ സംഗമം നടത്തിയവരാകട്ടെ, അല്ലെ, അതുമല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ആർക്കും അതിലൊരു വിഷമം തോന്നിയില്ല. കാരണം വോട്ട് കിട്ടിയാൽ മതി. ബംഗ്ലാദേശി ആയാലെന്താ, അഫ്ഗാനി ആയാലെന്താ, താലിബാൻ ആയാലെന്താ, വിരല് കുത്താനുള്ള മറ്റേ വോട്ടിംഗ് മെഷീനിൽ കുത്താനുള്ള ഒരു വിരലുണ്ടായാൽ മതി. ബാക്കി അവൻ എന്തായാലും ആർക്കും ഒരു കുഴപ്പമില്ല, ഈ ഒരു വിരലുണ്ടായാൽ മതി. പറയാമല്ലോ, കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ഇവിടെ വർഗീയതയില്ല, ഇവിടെ വർഗീയ പാർട്ടികളില്ല. ഞങ്ങൾ എന്നെന്നും അങ്ങനെ കാക്കും. വേണ്ടി വന്നാൽ ഞങ്ങൾ എവിടുന്ന് വെച്ചാൽ വോട്ടർമാരെ കൊണ്ടുവന്ന് കൂത്തി നിറച്ചിട്ടാണെങ്കിലും കേരളം ഞങ്ങളുടേതാക്കും. അവകാശങ്ങൾ എഴുതി വാങ്ങും. ഞാൻ പറഞ്ഞതല്ല 6 സെന്റ് വീട് കൊടുക്കണ്ടെന്ന്. അതിന്റെ അധികാരി തന്നെ TV-യിൽ പറഞ്ഞത്, ഞങ്ങൾ 6 സെന്റ് നിങ്ങൾക്കറിയാൻ കൊടുത്തിട്ടുണ്ടോ, താമസിപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ജോലി കൊടുക്കണു, 6 സെന്റ് വീടും കൊടുക്കണു. ഇവിടെ കുടിയിരുത്തുകയല്ലാതെ മറ്റെന്ത് ലക്ഷ്യം? അച്ഛനമ്മമാരിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ തിരിച്ചയക്കാമായിരുന്നു. 2 കാലിൽ നിൽക്കാറാക്കി തിരിച്ചയക്കാമായിരുന്നു. ഇവിടെ സെറ്റിൽ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശം പറക്കമുറ്റാത്ത പ്രായത്തിൽ, മുലകുടി മാറാത്ത പ്രായത്തിൽ അമ്മയുടെ മടിയിൽ നിന്നും പലതും പറഞ്ഞും വഞ്ചിച്ചും ഒരുപക്ഷെ തട്ടിക്കൊണ്ടുവന്നും ഇന്നാട്ടിലെ പൗരന്മാരാക്കുന്ന നെറികേട്, ഇവിടുത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന നെറികേട്. ഇപ്പോഴും എന്ത് പറഞ്ഞാലും പറയും മലപ്പുറം, കോഴിക്കോട്, അവിടുത്തെ 6 സീറ്റ്, തെക്കൻ ഭാഗത്ത് 6 സീറ്റ് ഇങ്ങോട്ട് പോന്നു. നിയമസഭാ സീറ്റുകൾ 6 എണ്ണം ഇങ്ങോട്ട് പോന്നു. മുഴുവൻ പ്രസവിച്ചു കൂടിയതല്ലേ? അതുണ്ട്. അത് മാത്രമല്ലേ, ഇത്തരത്തിലുള്ള ചില കണികളും സെൻസസിൽ റിപ്പോർട്ടിൽ കയറിക്കൂടാൻ, ഭൂരിപക്ഷമാണെന്ന് വരുത്താൻ ഇത്തരം ചില കളികൾ കാലങ്ങളായി നടക്കുന്നുണ്ടോ? അന്വേഷിക്കേണ്ടവർ ഉറങ്ങുന്നു, അന്വേഷിക്കേണ്ടവർ ഉറക്കം നടിക്കുന്നു. ഇത് നാളെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകും. ഈ കുട്ടികളെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്നില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന സത്യപ്രസ്താവന പോരാ. ഈ കുട്ടികൾ എവിടെ? തീർച്ചയായും അറിഞ്ഞേ പറ്റൂ. ഇന്ന് പണ്ടത്തെ അവസ്ഥയല്ല. ഇന്ന് എല്ലാ കുടുംബങ്ങളിലും അച്ഛനമ്മമാരും മക്കളും സ്നേഹത്തോടെ കഴിയുകയാണ്. ഒരു കാലത്ത് അങ്ങനെ സ്നേഹമുണ്ടെങ്കിലും ഇന്നത്തെ പോലെ തോന്നിയിരുന്നില്ല പണ്ട്. പലപ്പോഴും കാണാം, അല്ലെ, പണ്ടൊക്കെ നടക്കുമ്പോ അച്ഛൻ മുമ്പിൽ അങ്ങനെ പോണ്ടാവും, അമ്മ കുട്ടികളെ കിട്ടും, അച്ഛനെ കുട്ടികളെ തന്നെ അറിയില്ല, ആരും ആയിക്കോട്ടെ നോക്കില്ല തിരിഞ്ഞ്. ഇന്ന് അങ്ങനെയൊന്നല്ല. അന്ന് അച്ഛന്മാരൊക്കത്തുനിന്ന് മക്കൾ ഇറങ്ങില്ല. അത് നോക്കി നോക്കട്ടെ, എവിടെ നടക്കുമ്പോഴും അച്ഛന്മാരൊക്കത്ത് മക്കളുണ്ടാവും. പണ്ടത്തെ അവസ്ഥയൊന്നല്ല. എത്ര കുട്ടിയുണ്ടെന്ന് വെച്ചാൽ ഭാര്യയോട് ചോദിക്കണം എന്ന് പറഞ്ഞതല്ല. ഞങ്ങൾക്കൊക്കെ തന്നെ അറിയാം, സ്കൂളിലൊക്കെ ആദ്യ കാലത്ത് രക്ഷിതാക്കൾ വരുമ്പോ കുട്ടിയെ കാണണം, കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്, അതിപ്പോ 9-ലാ 10-ലാന്നൊരു സംശയം ഉണ്ട് എന്ന്. 9-ലാണോ 10-ലാണോ അതിനിപ്പോ പാത്തുവിനോട് ചോദിക്കണം. 9-ലാണോ 10-ലാ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നതല്ല. ഇന്ന് എല്ലാവരും സ്നേഹത്തോടെ കാര്യങ്ങൾ അറിഞ്ഞ് വളരുന്നു. അതുകൊണ്ട് തന്നെ
അതിൽ നിന്ന് കുട്ടികളെ തീവ്രവാദത്തിലേക്ക് അടർത്തിയെടുക്കാൻ ഇത്തിരി പണിയുണ്ട്. ജീവൻ കളയുന്ന പണിയാണ്, കുടുംബങ്ങളെ കലക്കണ പണിയാണ്, ഇത്തിരി പണിയുണ്ട്. അതുകൊണ്ട് നാടും വീടും അറിയാതെ മലകുടി മാറാത്ത പ്രായത്തിൽ കൊണ്ടുവരുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇത് വെള്ളരിക്കാപട്ടണമാകണം. അനാഥാലയങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത് പോലെ തന്നെ ഭീകര സംഘടനകളും ഇനി നാളുകളിൽ ദാരിദ്ര്യം അനുഭവിക്കും. കാരണം സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസമുള്ള കുടുംബങ്ങളിൽ നിന്ന് ഇതിനാളെ കിട്ടില്ല. അവർക്കറിയാം നമ്മൾ ഇത്തരത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളല്ല എന്നുള്ളത്. അപ്പൊ ആ ഭീകരവാദത്തിന്റെ കൂമ്പടയാതിരിക്കാൻ ഇത്തരത്തിലുള്ള ആളും നാഥനും ഇല്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്യുന്നുവോ? ബാലാവകാശം എന്നൊന്നുണ്ട്. ആ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഈ 3 വയസ്സായ കുട്ടി എന്തിനു കൊണ്ടുവന്നു? 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഒലവക്കൂട് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചത്. എന്ത് പഠിപ്പിക്കാൻ 3 വയസ്സായ കുട്ടിയെ? മാതാപിതാക്കളിൽ നിന്ന് അടർത്തിയെടുക്കാതിരിക്കാനുള്ള അവകാശം ബാലാവകാശങ്ങളിൽപ്പെട്ടതാണ്. തീവ്രവാദിയുടെ അവകാശം മാത്രമൊന്നല്ല നാട്ടിലുള്ളൂ, ബാലാവകാശങ്ങളുണ്ട്. ആ അമ്മയുടെ തലോടലെന്ന് കിട്ടാൻ, അനാഥനാണെങ്കിൽ നമ്മൾ സമ്മതിച്ചു, അമ്മയുടെ തലോടലെന്ന് കിട്ടാൻ, അച്ഛന്റെ കൊഞ്ചലൊന്ന് കേൾക്കാൻ, അതിന് ആഗ്രഹമുള്ള ആ പ്രായത്തിൽ അതിനെ അടർത്തിയെടുത്തിട്ട് എന്താക്കി വളർത്താൻ ഈ 3 വയസ്സുള്ള കുട്ടിയെ എന്ത് പഠിപ്പിക്കാൻ? തീർച്ചയായും സാക്ഷര കേരളത്തിന് മാത്രമല്ല അതിന്റെ ഉത്തരം അറിയേണ്ടത്. ഇത് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഉത്തരവാണ്, അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം. കാരണം ഈ തെമ്മാടിത്തരത്തിന്റെ അതിരുകള് അത് കേരളത്തിൽ മാത്രം നിൽക്കില്ല. ഈ കടത്ത് എങ്ങോട്ടൊക്കെ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത്, എവിടെ ഒരു ഭീകരവാദ പ്രവർത്തനം ഇന്ത്യക്കകത്തോ ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിൽ നമ്മുടെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലായിക്കോട്ടെ, അതിനൊരു കേരള കണക്ഷൻ ഉണ്ട്. ഏത് തീവ്രവാദത്തിനും ഒരു കേരള കണക്ഷൻ ഉണ്ട്. എന്തുകൊണ്ട്? ദാരിദ്ര്യമാണ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ, ഇവിടുത്തെ പല സംഘടനകളും പറയുന്ന പോലെ ദാരിദ്ര്യമാണ് തീവ്രവാദികളെ ഉണ്ടാക്കുന്നതെങ്കിൽ ജാർഖണ്ഡിൽ നിന്നായിരുന്നു തീവ്രവാദി ഉണ്ടാകേണ്ടത്, ബംഗാളിൽ നിന്നാണ് തീവ്രവാദി ഉണ്ടാകേണ്ടത്. സമ്പത്തിൽ കിടക്കുന്ന കേരളത്തിൽ നിന്നെ തീവ്രവാദികൾ ഉണ്ടായത്? ഇന്ത്യൻ സുരക്ഷാ സേനയോട് വരെ ഏറ്റുമുട്ടാൻ കരളുറപ്പുള്ളവൻ ഈ മലയാളത്തിൽ ഉണ്ടായത് ദാരിദ്ര്യം കൊണ്ട്? ദാരിദ്ര്യം കൊണ്ടല്ല എന്നുള്ളത് ഉറപ്പ്. ദാരിദ്ര്യം കൊണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ ആയിരുന്നു ആകേണ്ടിയിരുന്നത്. അപ്പൊ ദാരിദ്ര്യമല്ല, ഇവിടെ അധികാരത്തിന്റെ പിൻബലമുണ്ട്. എന്ത് തെമ്മാടിത്തരം ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ട്. മലപ്പുറത്തൊരു പാസ്പോർട്ട് ഓഫീസ് കൊടുക്കുകയും അല്ലെ, അവിടെ പോകണം ആഗ്രഹമുള്ളവനൊക്കെ ഇരുന്ന്, പണ്ടൊരാള് നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടൊരു മന്ത്രി പോക്കറ്റിൽ നിന്ന് മറ്റേ സിസറിന്റെ പാക്കറ്റിൽ നിയമനോത്തരവ് എഴുതി കൊടുത്തിരുന്നു. നിയമനോത്തരവ് ആരെങ്കിലും പറഞ്ഞാൽ നടക്ക് ഇന്ന ജോലി, പോക്കറ്റിലുള്ളത് സിസറിന്റെ പാക്കറ്റ്, അതങ്ങോട്ട് നിർത്തിയിട്ട് അതിന്റെ ഉള്ളിൽ നിയമനോത്തരവ് എഴുതി കൊടുക്കത്ര. എവിടെ വെച്ചാ പോയിട്ട് ജോലി? ഏത് സർക്കാർ വകുപ്പിലേക്കാണ്? അങ്ങനെ ഒരു മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. പോക്കറ്റിലെ സിസർ പാക്കറ്റിൽ നിയമന ഉത്തരവുകൾ എഴുതി കൊടുക്കുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന്. അത് തന്നെയല്ലേ ഇന്നും ഇവിടുത്തെ അവസ്ഥ? മലപ്പുറത്തൊരു പാസ്പോർട്ട് ഓഫീസ് ഇഷ്ടം പോലെ എഴുതി കൊടുക്കാം. പ്രായം നോക്കണ്ട, പ്രായം നോക്കിയാൽ മതം അപകടത്തിൽ. ആർക്ക് അവകാശം ഇവിടെ 18 വയസ്സാകണമെന്ന് പറയാൻ? പാസ്പോർട്ട് എടുക്കാൻ 18 വയസ്സാകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. പെരപ്പുറത്ത് കയറി നിന്ന് കൂക്കി. ഏത് മതാവകാശം ലംഘിക്കപ്പെട്ടത്? വിവാഹം കഴിക്കാൻ 18 വയസ്സാകണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ഏത് മതാവകാശം? അവിടെയൊക്കെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. CSCO യത്തീംഖാനയില് അറബി കല്യാണം നടന്നപ്പോ 18 വയസ്സാകാതെ പിഞ്ചു കുട്ടികളെ അവരുടെ ഇഷ്ടം നോക്കാതെ അറവുമാടുകളെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ലാഘവത്തില് പെണ്ണിനെ ഉപയോഗിക്കാനുള്ള ത്വര കൊണ്ട് മാത്രം ഒരുപക്ഷെ വേശ്യാലയത്തിൽ പണം കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണ് എന്ന് കണ്ടിട്ട് നാട്ടിൽ ഇത്തിരി നാൾ വരുന്നവർക്ക് വേശ്യാലയങ്ങളിൽ കൊടുക്കുന്ന പണത്തേക്കാൾ ലാഭമാണ് ഒന്നിനെ കെട്ടി 10 ദിവസം കൊണ്ടു നടക്കുന്നത് എന്ന മൃഗീയമായ കാഴ്ചപ്പാടില് വിവാഹം കഴിക്കാൻ വരുമ്പോൾ വിത്തും വേരും ചോദിക്കാതെ സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല. സ്വന്തം മക്കളാണെങ്കിൽ കൊടുക്കില്ല. അന്യന്റെ മക്കളെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് കേരളം ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ഒരു മന്ത്രി ഉണ്ടായി. ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചു കൊടുക്കാൻ. സാധാരണ എല്ലാവരും കാലിനനുസരിച്ച ചെരുപ്പാ മേടിക്കുക. ഇവിടെ ചെരുപ്പിനനുസരിച്ച കാല് മുറിച്ചു. 18 വയസ്സാകാതെ അതിലേക്ക് ചുരുങ്ങിയത്. പിന്നെ അറബി കല്യാണം 18 വയസ്സാകാത്ത വിവാഹം എന്നതിലേക്ക് ചുരുങ്ങിയപ്പോ അവിടെയും മന്ത്രി രക്ഷിക്കാൻ ചെന്നു. ജൂൺ മാസം 13-ാം തീയതി ഉത്തരവ്. അതിന് കഴിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. ജൂൺ മാസം 13-ാം തീയതി ഉത്തരവ്, മന്ത്രിയുടെ ഉത്തരവ് എല്ലാ മറ്റേ എന്താ പറയണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്തി. ഇട്ട മന്ത്രി നിസ്സാരക്കാരനൊന്നുമല്ലട്ടെ, എന്നെ പോലെ വർഗീയവാദിയൊന്നുമല്ല. ഇട്ട മന്ത്രി നല്ല മൊഞ്ചുള്ള
നല്ല തികഞ്ഞ മതേതരവാദിയാണ്. CH മുഹമ്മദ് കോയയുടെ മകനാണ് എന്നുള്ളത് മാത്രമൊന്നുമല്ല അദ്ദേഹം മതേതരവാദി എന്ന് പറയാനുള്ള കാരണം. അദ്ദേഹം പാട്ടുകാരനാണ്, ഡോക്ടറാണ്, അല്ലെ? അങ്ങനെ ഒരുപാട് മതേതരത്വമുള്ള ആളാ. അതുകൊണ്ട് മൂപ്പരൊരു ഉത്തരവാണ് ഇറക്കി, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം 16 മതി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം 16 മതി. ലാക്കട്ടറോട് എല്ലാരും ചോദിച്ചു, ലാക്കട്ടറെ ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവണത് മതം നോക്കിയിട്ടാണോ? നമുക്കറിയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായം 16. ഈ പെൺകുട്ടികളുടെ പ്രായപൂർത്തി ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ ആദ്യം പ്രായപൂർത്തിയാവുമോ? ലാക്കട്ടറോട് ചോദിച്ചപ്പോ ലാക്കട്ടർക്ക് ഒരു ഉത്തരവില്ല. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ചില ഉത്തരം തന്നു ഞങ്ങളുടെ അങ്ങനത്തെ സംശയത്തിന്. ചെറുപ്പക്കാർക്ക് ഒരു ഉത്തരം ഉണ്ടായി. അവര് പറഞ്ഞ ഉത്തരം ശരിയെന്ന് എനിക്ക് തോന്നി. അതെന്താ? ഞങ്ങളുടെയൊക്കെ വീടുകളില് ആ പറഞ്ഞ കുട്ടികളുടെ നാടൻ മാവ് കഴിക്കാൻ 10-15 കൊല്ലെടുത്തു. നാടൻ മാവിന്റെ ഒരു കായ ഉണ്ടായി കാണാൻ. പക്ഷെ സങ്കര ഇനം മാവുകൾ 3-ാം കൊല്ലം കഴിച്ചു. 3-ാം കൊല്ലം കഴിച്ചു. അപ്പൊ 2 മാവല്ലേ? 2 മാവല്ലേ? പക്ഷെ സങ്കര ഇനം 3-ാം കൊല്ലം കഴിച്ചു. നാടൻ മാവ് 15. ബാക്കി ചിന്തിക്കുക. ലാക്കട്ടർ അതാവും കണ്ടിരിക്കണത്. അന്ന് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ ഇറങ്ങി വന്ന ലാക്കട്ടർ ഇപ്പോഴും ഇറങ്ങി നിയമങ്ങളൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കാൻ. ഇതെങ്ങനെ അവസാനിപ്പിക്കും? ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം എന്താ? നിയമം ലംഘിച്ചു എന്നല്ലേ? ഇപ്പൊ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും തൊളിച്ചു കൊണ്ടുവന്നതിന് നിങ്ങൾക്കുള്ള കുഴപ്പം എന്താ? നിയമം ലംഘിച്ചു. ശരി, ഞങ്ങൾ അവർക്കനുസരിച്ച് നിയമം ഉണ്ടാക്കി കൊടുക്കാം. ഒന്നുകിൽ തെളിക്കണ വഴിക്ക് പോവുക, അല്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കുക. തെളിക്കണ വഴിക്ക് പോണില്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കാം. ഇവരെവിടുന്നാ കൊണ്ടിരുന്നത്? ജാർഖണ്ഡിൽ നിന്ന് 501 കുട്ടികളെ കൊണ്ടുവന്ന 501 കുട്ടികളെ കൊണ്ടുവരാനുള്ള നിയമമുണ്ട്. 502ാമത്തേന്ന് ഇല്ല കേട്ടോ. 501 കുട്ടിയെ കൊണ്ടുവരാനുള്ള നിയമമുണ്ട്. ബീഹാറിൽ നിന്ന് എത്ര കൊണ്ടുവരുന്ന പിടിച്ചോ? കാലി പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്ന മന്ത്രിമാരുണ്ടാകുമ്പോൾ എന്തിന് അനാഥാലയങ്ങൾ മടിക്കണം? എന്തിനതിന്റെ നടത്തിപ്പുകാർ മടിക്കണം? കോടികൾ എഴുതി വാങ്ങാനും തീവ്രവാദത്തിന് വിട്ടുകൊടുക്കാനും തെമ്മാടിത്തരം കാണിക്കാനും ജനസംഖ്യ വർദ്ധിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം ഇത്തരത്തിൽ സഹായിക്കാൻ മന്ത്രിമാരുണ്ടാകുമ്പോ എന്തിനു ഒഴിവാക്കണം? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആരും ലക്ഷ്യം വെക്കുന്ന അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരെയല്ല. അവസരം കിട്ടിയ ചക്കര കൊടുത്താൽ കൈയിട്ടാ നക്കും, പലതും ചെയ്യും. ഇവർക്ക് ഇതിന് അവസരം ഉണ്ടാക്കി കൊടുത്തവരെയാണ് നമുക്ക് പിടിക്കേണ്ടത്. അനാഥാലയക്കാർ പോകട്ടെ, ഇതിന് അവസരം ആരുണ്ടാക്കി കൊടുത്തു? ഇവിടെയുള്ള നമുക്ക് എല്ലാ തലം തൊട്ട് തുടങ്ങണം. വിദ്യാഭ്യാസ ഓഫീസ് തൊട്ട് തുടങ്ങണം. AEO DEO ഓഫീസ് തൊട്ട് ഈ കുട്ടികളെയൊക്കെ എങ്ങനെ ഇവിടെ ചേർത്തു? ഏത് രേഖയുടെ പുറത്ത്? നമ്മോ ഞങ്ങളൊക്കെ വേർക്കട UID IED തേങ്ങട മൂടെന്ന് പറഞ്ഞിട്ട് ടീച്ചർമാർക്ക് കണ്ണടയ്ക്കാൻ നേരമില്ല. ആ കുട്ടിയുടെ UID എവിടെ, ഈ കുട്ടിയുടെ EID എവിടെ എന്ന് ചോദിച്ചു. ഇത് കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ, പഠിപ്പിച്ചില്ലേലും കുഴപ്പമില്ല എന്നാണ്. ടീച്ചർമാരൊക്കെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. പിള്ളേരെ രേഖ പഠിക്കുക, ആധാർ കിട്ടിയോ മറ്റത് കിട്ടിയോ, ഇത് അങ്ങോട്ട് അടിച്ചു കയറ്റുക, അത് ഇങ്ങോട്ട് അടിച്ചു കയറ്റുക. 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വരെ ആ കുട്ടിയുടെ കയറിയിട്ടില്ല, ഈ കുട്ടിയുടെ കയറിയിട്ടില്ല. ഇങ്ങനെ ടീച്ചർമാരെ ഇറട്ടം വായിക്കുക. ടീച്ചർമാർ രക്ഷിതാക്കളെ ഇട്ടിട്ട് ഓടിക്കുക. UID എവിടെ, IED എവിടെ, അതെവിടെ, ഇതെവിടെ, നമ്മുടെ തേങ്ങ അടിച്ചോ യാതൊരു എവിടെയായിരുന്നു ഇവിടുത്തെ I ഓഫീസുകാരും DE ഓഫീസുകാരും ഒക്കെ. സമ്പൂർണ്ണ എന്തൊക്കെയുണ്ട് വിദ്യാലയങ്ങളെന്ന് അറിയാമോ? കുട്ടികളുടെ രേഖകൾ അടിച്ചു കയറ്റാൻ സമ്പൂർണ്ണയുണ്ട്, എല്ലാം ഉണ്ട്. അച്ഛന്റെ പേരൊന്ന് മാറിയേ തിരിഞ്ഞു, അമ്മയുടെ പേരൊന്ന് മാറിയേ തിരിഞ്ഞു. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങണം അന്വേഷണങ്ങൾ. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഈ ഓഫീസുകൾക്കൊക്കെ മുകളിൽ കനം വെച്ചിരിക്കുന്നത് ആര്? അനങ്ങാതിരിക്കാൻ. AEO DEO DD ഓഫീസുകൾ തൊട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അടക്കം വെച്ചവരാര്? കൃത്യമായ രേഖകളില്ലാതെ അവിടെ കൊണ്ടുകൊടുത്ത രേഖകൾ കണ്ടാൽ ഉറിയും പോലെ ചിരിച്ചു പോകും. രേഖ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ഏതോ സിനിമയിൽ ശങ്കരാടി ഒരു രേഖ കാണിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ രേഖ എന്തേലുണ്ട്, ഒക്കെ രേഖ എന്തേലുണ്ട്. എവിടെ വെച്ചു? കയ്യിലെ രേഖ, എല്ലാ രേഖ എന്റെ കയ്യിലുണ്ട് എന്നാ കേസ്. എല്ലാരും വിചാരിച്ചുണ്ട്. എവിടെ? ഇതുപോലെ കുറെ കൈരേഖയായിട്ട് അവിടെ ഉള്ളവർ നടന്നിരുന്നു. ഒരേ ID നമ്പർ പലർക്കും, ഒരേ വാപ്പയുടെ പേര്, ഒരേ എല്ലാം ഒന്ന് എന്തൊക്കെയാണ്. അതിലേക്കൊക്കെ രസമായി. ജാർഖണ്ഡിൽ നിന്ന് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓഫീസറും ഒക്കെ കൊടുത്ത സർട്ടിഫിക്കറ്റ് വായിച്ചിട്ടുണ്ടല്ലോ. ഷേക്സ്പിയറെ തേടി ഓടി ഇവിടെ ചെല്ലു. അതിലത്തെ ഇംഗ്ലീഷ് മനസ്സിലാവായിട്ട്. ഷേക്സ്പിയറിന് ഇംഗ്ലീഷ് തോൽക്കണ വിധത്തില. ജാർഖണ്ഡിൽ എന്ത് ഇംഗ്ലീഷ്? നിങ്ങൾ അവിടെ ഒരു ഓഫീസിൽ ചെന്നൊരു ഇംഗ്ലീഷിന്റെ ഫോം ആയിട്ട് അവർക്ക് അതിനൊരു അപമാനവും ഇല്ല. കാരണം ഇംഗ്ലീഷ് അറിഞ്ഞോളണമെന്നൊന്നുമില്ല ഇന്ത്യക്കാരന്. ഇംഗ്ലീഷ് അറിയണ മലയാളി കേമോ അറിയാത്ത ജാർഖണ്ഡുകാരെ മോശമൊന്നുമല്ല. ജാർഖണ്ഡ് മാത്രമല്ല, രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വരെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് അല്ലാത്ത ഓഫീസുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായി ചെന്നാൽ കാര്യം നടത്താൻ പറ്റില്ല. കാരണം അവരിൽ 80% ഇംഗ്ലീഷ് അറിയില്ല. അത് അവർക്കൊരു അപമാനമല്ല. അവരുടെ ഭാഷ അറിയും, ഹിന്ദി അറിയും, രാഷ്ട്രഭാഷ അറിയും. അവർക്കതൊരു അപമാനമല്ല. അവരതൊക്കെ
വർക്കൊക്കെ ഹിന്ദിയിലേ ചെയ്യുള്ളൂ. അവിടെയാണ് ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് വില്ലേജ് ഓഫീസറും പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുത്ത രേഖകൾ നല്ല ഷേക്സ്പിയർ ഇംഗ്ലീഷിലുള്ള ഫോമുകൾ. ജാർഖണ്ഡുകാർ അന്തം വിട്ടേ. ഞങ്ങളുടെ നാട്ടിലോ അവരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വില്ലേജ് ഓഫീസറെ, ആ പഞ്ചായത്ത് ഓഫീസറെയൊക്കെ ഇവിടെ വന്ന മന്ത്രിമാർ അവിടെ പോയിട്ട് ആദരിക്കാൻ, അവിടുത്തെ ജാർഖണ്ഡിലെ ഷേക്സ്പിയർ ആയിട്ട്, ഈ നൂറ്റാണ്ടിലെ ജാർഖണ്ഡിലെ ഷേക്സ്പിയർ ആയിട്ട് അവരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവനെ ഷേക്സ്പിയർ തോൽക്കണം ഇംഗ്ലീഷ്. ഈ രേഖകളൊക്കെ വെച്ച് ഈ കുട്ടികൾ എങ്ങനെ പഠിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം. കേരളത്തിലെ മറ്റു സ്കൂളുകളിലുള്ള അധ്യാപകരെയും രക്ഷിതാക്കളെയും സൂചിമ തുള്ളിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണിത്. അപ്പൊ ഞങ്ങൾക്കറിയണം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടി, ഇവരുടെ UID എന്ത്, EID എന്ത്, ഇങ്ങനെ കുറെ തേങ്ങാപ്പണ്ണാക്കുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടായിരുന്നു ഈ കുട്ടികൾക്ക്? ഇവർക്ക് എണ്ണാനൊരു തല മാത്രം ഉണ്ടായാൽ മതിയായിരുന്നു, ബാക്കിയൊന്നും വേണ്ടേ? എണ്ണാനൊരു തല, അത് വെച്ച് ടീച്ചർമാർക്ക് പോസ്റ്റ്. ആ തല മാത്രമായിരുന്നു ഇവിടുത്തെ AU ഓഫീസുകാർ അന്വേഷിച്ചിരുന്നത്. അത് മാത്രമായിരുന്നു ഇവിടുത്തെ DU ഓഫീസുകാർക്കും DD ഓഫീസുകാർക്കും വേണ്ടിയിരുന്നത്. ഈ കുട്ടികൾക്കടക്കം കേവലം ഗ്രാൻഡ് മാത്രമൊന്നുമല്ല, മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് ആളൊന്നൊക്കെ 1000 ഉറുപ്പിയുണ്ട് സ്കോളർഷിപ്പ്. ഈ രാജ്യത്തെ കുട്ടികൾക്ക്, ഈ സംസ്ഥാനത്തെ കുട്ടികൾക്ക് കിട്ടേണ്ട ഇത്തരത്തിലുള്ള പണം എത്ര കൈമാറി? ആ പണം ആര് കൈപ്പറ്റി? ഈ 1000 രൂപ വീതം മേടിച്ച സ്കോളർഷിപ്പ് കുട്ടിക്ക് കിട്ടിയോ? കുട്ടിയുടെ പേരിൽ അനാഥാലയങ്ങൾ കൈപ്പറ്റിയോ? അന്വേഷിച്ചെന്നറിയണം. രക്ഷിതാവ് ഒപ്പിട്ടാണത് കൊടുക്കേണ്ടത്. ഇവരുടെ രക്ഷിതാവാര്? ഈ പണം ആർക്ക്? അത്തരത്തിൽ എത്ര ലക്ഷങ്ങൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന പേരിൽ ഈ അനാഥാലയങ്ങൾ എത്ര ലക്ഷങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ട്? 8 വർഷമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുടങ്ങിയിട്ട്. 8 വർഷം. സച്ചാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വീതമുള്ള സ്കോളർഷിപ്പ് കൊടുക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഈ കുട്ടികൾക്ക് പണം ഇഷ്യൂ ചെയ്തിട്ടില്ലേ? കൈപ്പറ്റിയത് ആര്? എന്തിനുപയോഗിച്ചു? കണക്കുകളിൽ കാണിച്ചിട്ടുണ്ടോ? വിദേശ പണത്തിന്റെ കണക്ക് കൊടുക്കുന്നത് ഒന്ന്, മറ്റൊരു കണക്ക് മറ്റൊന്ന്. ഇതാരും കൂട്ടിവെച്ച് നോക്കുന്നില്ലേ? ഇനി മറ്റൊന്ന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയിട്ട്, ഇവിടുത്തെ പൗരബോധമുള്ളവരെ പറ്റി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ കണക്കുകളും കൃത്യമായി കൊടുക്കുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ആക്രോശിച്ച് നടന്നവർ ആട്ടിക്കൊന്നുകയറ്റാൻ നോക്കിയാൽ എവിടെയായിരുന്നു? ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കാഞ്ഞത്? മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഉള്ളുകള്ളികൾ അറിയാൻ ഒരു ചാനലിന്റെ മേധാവി കടലേഴും കടന്ന് കാലിഫോർണിയയിലെത്തി. അടുത്തൊന്നല്ല, കാലിഫോർണിയയിൽ പോയിട്ട് ഇന്റർവ്യൂ എടുത്തു. എന്തേ മുക്കത്ത് വരാഞ്ഞത്? ഈ കുട്ടികൾ കുറെ കാലമായിട്ട് ഇവിടെ കിടന്ന് കളിക്കണു. എന്തേ ചാനലിന്റെ ശ്രദ്ധയപ്പെടാഞ്ഞത്? എന്തേ അന്വേഷിക്കാഞ്ഞത്? കാലിഫോർണിയയിൽ പോയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, മുക്കത്തും വട്ടത്തൂരും കാരന്തൂരും ഒന്നും വരാന്. എന്തേ വരാഞ്ഞത്? എന്തേ അന്വേഷിക്കാഞ്ഞത്? എന്തേ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുവിടാഞ്ഞത്? ഇനി ഒരുത്തൻ മറ്റേ കാലിഫോർണിയയിൽ മദാമ്യം തേടി പോയപ്പോ അമൃതപുരിയിലെ വള്ളിക്കാവില് കോഴിക്കോട് ഒരു ഡിവൈഎഫ്ഐക്കാരൻ, ഒരു പറ്റം ഡിവൈഎഫ്ഐക്കാരൻ ആദ്യം ഓടി അവിടുത്തെ മറ്റേ ക്ലാപ്പന പഞ്ചായത്തിലേക്ക്. ക്ലാപ്പന പഞ്ചായത്തിലാണ് അമൃതാനന്ദമയി മഠം നിൽക്കുന്നത്. ക്ലാപ്പന പഞ്ചായത്തിലേക്ക് ഓടി. എന്തിനാണെന്നറിയോ? അമൃതാനന്ദമയി മഠം നികുതി അടച്ചിട്ടുണ്ടോന്നറിയാം. കെട്ടിട നികുതി, തൊഴിൽ നികുതി അടച്ചിട്ടുണ്ടോന്നറിയാൻ. അപ്പൊ അവിടെ നോക്കിയപ്പോ എവിടെയോ ഒത്തിരി കമ്മിയുണ്ട്. ഓടി അമൃതാനന്ദമയി മഠം നികുതി വെട്ടിക്കുന്നു, ഞങ്ങളുണ്ട് തടയാൻ. എവിടെയായിരുന്നു? മുക്കത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുമ്പോൾ, വൈദേശിക ഫണ്ട് അടക്കം ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുമ്പോൾ എന്തേ ഡിവൈഎഫ്ഐക്കാരൻ ട്രൗസറിനുള്ളിൽ ക്യാമറയും വെച്ചിട്ട് അങ്ങോട്ട് പോകാഞ്ഞത്? അമൃതാനന്ദമയി മഠത്ത് പോയല്ലോ, ട്രൗസറിനുള്ളിൽ ക്യാമറയും വെച്ച് പോയി. അപ്പൊ എന്റെ ഈ താല്പര്യമൊക്കെ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ചില കേന്ദ്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചിലടത്ത് വരുമ്പോ മുട്ട് കൂട്ടിയിടിക്കും. കാരണം ചാന്തുപൊട്ടും ചങ്കേലസും വാങ്ങിത്തരാം, എന്റെ കൂടെ പോരോന്ന് ചോദിച്ചിട്ട് പഞ്ചാരി ഒലിപ്പിച്ച് നടക്കുമ്പോ അത്തരം സ്ഥലങ്ങളിലേക്ക് ചെല്ലാൻ പറ്റുമോ? കാരണം എപ്പോഴാ കൊടി അവിടുന്ന് പറിച്ച് ഇവിടെ കെട്ടുകയെന്ന് ശല്യം. ഈ കൊടി എങ്ങോട്ടും കെട്ട്. ഈ കൊടിയാണല്ലോ സർവ്വത്തിനുള്ള ആയുധം. ഏത് വാളിനേക്കാളും ബോംബിനേക്കാളും വലിയ ആയുധം ഈ കൊടിയാ. ഇത് കാട്ടിയാണ് എല്ലാവരും വരട്ടണത്. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ഭരണമില്ല. ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് പോന്നാൽ, അതല്ലേ രമേശ് ചെന്നിത്തലയ്ക്ക് സൗസർ മാറ്റേണ്ടി വന്നത്. ഞങ്ങൾ പോന്നാൽ നിങ്ങളില്ല. മറ്റാളത്ത് മറുഭാഗം കാത്തു നിൽക്കുക. കായലരികത്ത് വളയെറിയുമ്പോ വളകിലിക്കണ സുന്ദരിയോട് പെണ്ണ് കെട്ടുമ്പോ കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. അവിടുന്ന് പോന്നാ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ സുഖാട്ടോ പറഞ്ഞിട്ട് ഇപ്പുറത്ത് കാവലാണ്. അവിടുന്ന് ഒന്ന് മൊഴി ചെല്ലിയാ മതി, ഞങ്ങൾ പുറത്തെടുത്തോളാം. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആർക്കും ക്യാമറകൾ ചലിക്കില്ല, പേന നീങ്ങില്ല. പ്രതിബദ്ധതയുള്ള പത്രക്കാര്, രാഷ്ട്രീയക്കാര്, ചാനലുകൾക്ക് വാർത്തയാവണമെങ്കിൽ
വിഷയം ഹിന്ദുവിന്റെ ആകണം. ഇപ്പൊ ഗതി കെട്ട് പുറത്ത് വന്നപ്പോ കൈകാര്യം ചെയ്തു. അതുവരെ ഒരു അന്വേഷണാത്മകക്കാരന് ഇതിലെ ഒന്നും വന്നില്ല. 100 കണക്കിന് കുട്ടികൾ വിലസി എല്ലാവരുടെയും കൺമുന്നിലൂടെ ആ പാവങ്ങളുടെ കണ്ണീര് കാണാൻ മുഖത്തിന് ശേഷിയുണ്ടായില്ല. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വരേണ്ടി വന്ന ആ പാവങ്ങളുടെ കണ്ണീര് നമ്മൾ കണ്ടില്ല, പടച്ചോൻ കണ്ടു. നമ്മൾ ആരും കാണാത്ത ആ കണ്ണീര് സ്വന്തം അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുവരുമ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടാകും അവൻ അറിയാത്ത ദൈവത്തിന്. തീർച്ചയായും ആ വിളി ദൈവം കേട്ടതാ. തീവണ്ടിയിലിട്ട് പിടിക്കാനിടയായത് പൗരബോധമുള്ളവർ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇത് എത്ര ഈ കുത്തി നിറച്ച് കൊണ്ടല്ല. അത് കഴിഞ്ഞപ്പോൾ ആ തൃശ്ശൂര് ആളും നാഥനുമില്ലാത്തൊരു 10-35 കുട്ടികൾ നിസ്കരിക്കാൻ കയറിയതാ പറഞ്ഞു. ആളുമില്ല, നാഥനുമില്ല, അന്യ സംസ്ഥാനം 35 ആള്. ഞങ്ങൾ വാങ്ക് കേട്ടപ്പോ നിസ്കരിക്കാൻ കയറിയതാ. അപ്പൊ ഇവര് എവിടെയാ റോട്ടിൽ മുളച്ചതാ? ഈ മഴ കഴിഞ്ഞാൽ പാറ്റ മുളയ്ക്കുന്ന മാതിരി റോട്ടിൽ മുളച്ചതാ. 10-33 കുട്ടികൾ, ആളും നാഥനും ഇല്ലാതെ. ഇതെന്ത് വെള്ളരിക്കാപ്പെട്ടണം. അപ്പോ അവസാനിപ്പിക്കാൻ സമയമില്ല. ദൈവം പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്തരം തെമ്മാടിത്തരങ്ങളെ ദൈവം പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം. പറ്റില്ല. ദൈവം ഉള്ളിടത്തോളം കാലം പറ്റില്ല എല്ലാവരെയും എല്ലാ കാലത്തെയും പറ്റിക്കാനെന്ന് ഇത്തരം അനാഥാലയങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയം കാട്ടി എല്ലാവരെയും വരട്ടാമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് ഇത് തെളിയിക്കണത്. കാലമായി എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ. അല്ലെങ്കിലും ഭാരതം പലതിനും കാലമായി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കണ്ടു മടുത്തിട്ടാണ്, അനുഭവിച്ചു മടുത്തിട്ടാണ് പലതിനോടും നോ എന്ന് ഭാരതം പറഞ്ഞത്. ഇനി നിലവിളിക്കാനൊന്നും പറ്റില്ല. ഇനി ചിലത് പ്രവർത്തിച്ചേ മതിയാകൂ. ദൈവം ഏതായാലും നമ്മുടെ ഒപ്പമുണ്ട്, രാഷ്ട്രത്തിന്റെ ഒപ്പമുണ്ട്, ഈ രാജ്യത്തിന്റെ ഒപ്പം ദൈവമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ തെമ്മാടിത്തരങ്ങളും തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യും. സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. CSKO യത്തീംഖാനയിൽ അറബി കല്യാണം പോലെ മന്ത്രിയും കൂട്ടരും മുക്കിയാൽ ഉത്തരവിറക്കാൻ മുനീർ ഉണ്ടാകാം, മുക്കിക്കൊടുക്കാൻ തിരുവഞ്ചൂർ രമേശ് ചെന്നിത്തലയോ ഉണ്ടാകാം. പക്ഷെ തിരുവഞ്ചൂറിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത ചിലതുള്ളവരാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരല്പം ആണത്വം, ഒരല്പം മനക്കരുത്ത് അതുള്ളവരാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. തപ്പി നോക്കിയപ്പോ കണ്ട മീശയൊന്നുമല്ല. സ്ത്രീകൾക്കും വേണ്ടി ഒരു ഗുണമാണ് ആണത്വം. അത് ആത്മാഭിമാനത്തിന്റെ ആണത്വമാണ്. അതുള്ളവരാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. വിടാൻ ഭാവല്ല. എന്ത് തന്നെ പേര് വിളിച്ചാലും ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ടാകും. എല്ലാ അനാഥാലയങ്ങളിലും അന്വേഷണം നടത്തണം. പോരാ, ഇവിടുത്തെ മതം മാറ്റ കേന്ദ്രങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇനിയും വൈകിയാൽ, വളരെ വ്യക്തമായ സൂചന തന്നെയാണ് പറഞ്ഞത്, ഇനിയും വൈകിയാൽ സംഗതി പിടുത്തം വിട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേമത്തിന്റെ പേരിൽ, സഹായത്തിന്റെ പേരിൽ ആട്ടിത്തൊളിച്ച് കൊണ്ടുവന്ന് എണ്ണം കൂട്ടാൻ വേണ്ടി മതം മാറ്റാൻ, എവിടെയും പറയട്ടെ, പുലരോളം കട്ടു നിങ്ങൾ നിർത്താറായിരിക്കുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് യമനിലേക്ക് കടത്തുന്നു പാവപ്പെട്ട ചെറുപ്പക്കാരെ. എന്തിന് ഈ മതം മാറ്റം? ദൈവം ഒന്ന് നിശ്ചയിച്ചില്ലേ? ദൈവമല്ലേ ഒരു ഗർഭപാത്രത്തിൽ നമ്മളെ സൃഷ്ടിച്ചത്? ആ ദൈവത്തിന് അറിയാമായിരുന്നില്ലേ ഞങ്ങളെ ഇസ്ലാമാക്കണമെങ്കിൽ, ക്രിസ്ത്യാനിയാക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? ഈ ഗർഭപാത്രത്തെ കൊണ്ടിട്ടുണ്ടാച്ചാൽ മതിയായിരുന്നില്ലേ? ഒരു മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ ഗർഭപാത്രം ഞങ്ങൾക്ക് അന്യമായിരുന്നില്ലല്ലോ. ദൈവമല്ലേ ഞങ്ങളെ ഇത്തരത്തിലാക്കിയത്? പിന്നെ എന്തിന്? ദൈവത്തിന്റെ നിശ്ചയങ്ങൾ മറന്നുകൊണ്ട്, കയ്യിലുള്ള പണത്തിന്റെയും പദവിയുടെയും അഹങ്കാരം കൊണ്ട് ഇത്തരം മതം മാറ്റങ്ങൾ നടത്തുമ്പോൾ അത്തരം കേന്ദ്രങ്ങൾ ഒന്നുകിൽ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുക, കണക്കും കാര്യവും ഉണ്ടാക്കുക, നിയമം അനുസരിപ്പിക്കുക. അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടാൽ നിയമം നടത്തേണ്ടവർ അത് നടത്താഞ്ഞാൽ പിന്നെ നടത്തേണ്ടി വരിക സാധാരണക്കാരനെ. കാരണം പിടിച്ചെടുത്തല്ലേ പറ്റുള്ളൂ നീതി. കിട്ടാത്ത നീതി പിടിച്ചെടുക്കും. അത് ലോകനീതിയാണ്. കിട്ടാത്ത നീതി പിടിച്ചെടുക്കും. പിന്നെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയോട് മൊത്തം യുദ്ധം പ്രഖ്യാപിക്കാനുള്ള തീവ്രവാദികൾ ഉണ്ടോ? ഈ 100 കോടിയുടെ മനക്കരുത്തിനപ്പുറം യുദ്ധം നടത്താൻ കരുത്തുള്ള ഒരു സംഘടന ഇവിടെ ഉണ്ടോ? അതിനൊക്കെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ? ഭാരതത്തിൽ ജിഹാദിനൊരുങ്ങുക. ലോകത്തെ രാഷ്ട്രങ്ങളുടെ സഹായം ഉണ്ട് അത്രേ. ഏതൊക്കെ രാഷ്ട്രങ്ങളുടെ സഹായവും എന്തൊക്കെ ഉണ്ടായാലും ഈ 100 കോടിയുടെ മനക്കരുത്തിനെ വെല്ലാൻ, ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ അതിന് മാത്രം ആരും വളർന്നിട്ടില്ല എന്ന ഉത്തമമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിടത്തോളം കാലം അത്തരം വീഡിയോ ക്ലിപ്പുകളൊന്നും നമ്മളിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കണില്ല.
അതൊക്കെ കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പറഞ്ഞ മാതിരി കരഞ്ഞു തീർക്കും, സംശയമൊന്നുമില്ല. ചില കളിയൊക്കെ നോക്കിയതാണല്ലോ അല്ലേ, ഗുജറാത്തിലൊന്ന് നോക്കി, മറ്റേ മുർഷിദാബാദിലൊന്ന് നോക്കി, അവസാനം ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഇതിനൊക്കെ വേണ്ടുന്നവർ നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരാ, നിയമം വേണ്ട വഴിക്ക് പോകണം. അത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ്. നിയമം ഒരു വഴിക്ക് പോകും, ബാക്കിയുള്ളവർ വേറൊരു വഴിക്ക് പോകും. അപ്പൊ നിയമത്തെ പോന്ന വഴിയിലേക്ക് കൊണ്ടുപോകാൻ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇരുത്തടത്തുനിന്ന് ഇറങ്ങിപ്പോവുക. ഇതിന്റെ സുരക്ഷയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് യമനിലേക്ക് ആളെ കടത്തിയിട്ട് ഇവിടുത്തെ ഇന്റലിജൻസുകാർ അറിഞ്ഞോ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം അതിന്റെ മേലുണ്ടായോ? ഇവിടെ ഇന്റലിജൻസുകാരുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു പരിപാടിക്ക് പോയാൽ ചിലപ്പോൾ കേൾക്കാൻ പറഞ്ഞേക്കാൾ കൂടുതൽ ആളുകൾ ഇത് എഴുതിയിരിക്കാനുള്ളവരാവും. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ, ഇന്റലിജൻസിന്റെ, മറ്റവരുടെ മറച്ചവരുടെ ഫോട്ടോ എടുക്കാൻ 4 പോലീസുകാര്, വീഡിയോ എടുക്കാൻ വേറെ ചിലർ, ഇങ്ങനെ കൃത്യമായിട്ടൊരു കല്യാണത്തിന്റെ എല്ലാം നടത്തിക്കൊണ്ടുപോവുക. ഇതൊക്കെ കൃത്യമായി എടുത്തുകൊണ്ടുപോകും. എവിടെയായിരുന്നു ഇവരൊക്കെ? ഈ ഇന്റലിജൻസ്, ഈ സ്പെഷ്യൽ ബ്രാഞ്ച്, ഈ ഫോട്ടോ, ഈ കുന്തൻ, കൊടച്ചക്രം, ഇതൊക്കെ ഇവിടെ ഈ ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ വിലസും എവിടെയായിരുന്നു? ഇന്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ. അവർക്ക് വിവരമില്ലാണ്ടല്ല, അവർ കൊണ്ടുകൊടുത്താൽ മേടിക്കണവർ അവിട്ടുകൊട്ടയിൽ അറിഞ്ഞാൽ അവരെന്ത് ചെയ്യാനാ? അപ്പൊ അവർ ആഗ്രഹമുള്ളത് എഴുതി കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. വേണ്ടത് എഴുതി കൊടുക്കാനല്ല, ആഗ്രഹമുള്ളത് എഴുതി കൊടുക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അവിടെ ഇത്തരം ചതിവുകൾ പറ്റുന്നു. എത്ര പെൺകുട്ടികളെ വിവാഹത്തിന്റെ പേരിൽ വഞ്ചിക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് വാർത്ത വന്നു, ഓട്ടോറിക്ഷ കൊടുക്കാം, 3 സെന്റ് കൊടുക്കാം, വീട് കൊടുക്കാം. ഒരു പാവപ്പെട്ട ഹിന്ദു കുടുംബത്തെ, ഭാര്യയും ഭർത്താവിനെയും മതം മാറ്റി. പാവങ്ങൾക്ക് ആയുസ്സിൽ വീടുണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്കൊരു ഓട്ടോറിക്ഷ, തൊഴിലിനൊരു ഓട്ടോറിക്ഷ, അതിന് പണയം വെക്കണോ ഹിന്ദു മതം? ഇവിടുത്തെ മനുഷ്യാവകാശക്കാര് കിടക്കാനൊരു കൂരയ്ക്ക്, റേഷൻ വാങ്ങാൻ 10 ഉറുപ്പ്യക്ക്. ജന്മത്തിന്റെ അവകാശമായി കിട്ടിയ മതത്തെ പണയം വെക്കുമ്പോൾ ലംഘിക്കപ്പെടുന്നത് മനുഷ്യാവകാശമല്ലേ? മനുഷ്യാവകാശക്കാരിൽ ഇതിൽ പെടില്ലേ? ഇതറിയില്ല. ആ പാവങ്ങളെ മതം മാറ്റി, അവസാനം മതമൊക്കെ പഠിച്ചു കഴിഞ്ഞു, നടക്കാക്കി, തനിക്കാക്കി. ഇനി ഏത് വഴിക്ക് പോയാലും കുഴപ്പമില്ല. ഇവര് ചെന്ന് ചോദിച്ചു, എവിടെ ഓട്ടോറിക്ഷ, എവിടെ സഹായം? അപ്പൊ പറഞ്ഞു, അതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഈ ഒരു കാർഡ് എഴുതി ഉണ്ടാക്കിക്കോ. ഞാൻ ഹിന്ദു ആയിരുന്നു, ഇസ്ലാമായി മതം മാറി, ഇപ്പൊ ജീവിക്കാൻ വഴിയില്ല എന്നൊരു കാർഡ് അടിച്ചിട്ട് ഈ മുസ്ലിമിന്റെ ഒക്കെ വീട്ടിൽ പോയാല് അനക്ക് എടുത്താ പൊന്താത്ത പണം കിട്ടും. അവനെ ഭിക്ഷക്കാരനാക്കി അധപ്പതിപ്പിച്ചു. അവൻ പത്രക്കാരൻ മുന്നിൽ വന്ന് തുറന്നു പറഞ്ഞു, ഞാൻ ഹിന്ദു ആയിരുന്നു, ജീവിക്കാൻ വഴിയില്ലാണ്ട് എന്നെ മതം മാറ്റിയതാണ് ഒരു മീൻ കച്ചവടക്കാരൻ മൊയ്തീൻ. ഇത് സംഘടനകൾ മാത്രമൊന്നുമല്ല, ഒരു മീൻ കച്ചവടക്കാരൻ മൊയ്തീനാണ് ഇതിന്റെ ഇടപെട്ടത്. ഈ ഇസ്ലാമായിക്കോ, അനക്ക് കുന്നോളം കിട്ടും. അവസാനം പറഞ്ഞു, ഈ ഭിക്ഷ തണ്ടിക്കോ. പോകുമ്പോൾ പ്രത്യേകം പറയണട്ടോ, ഞാൻ ഹിന്ദു ആയിരുന്നു, ഇസ്ലാമിലേക്ക് മതം മാറിയതാണ്, ഇപ്പൊ ജീവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ പൊന്നോണ്ട് മൂടുന്നതാണ്. ആ പാവത്തിനെ തെണ്ടാൻ വിട്ടു. ഇങ്ങനെ എത്ര എണ്ണം തെണ്ടുന്നു ഇവിടെ? എത്ര പേരെ കടല് കടത്തി? അന്വേഷിക്കണം. ഇവിടുത്തെ അമ്മമാർ നൊന്ത് പ്രസവിച്ച മക്കളായത്. മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി തട്ടിയെടുക്കുമ്പോൾ ആ പെറ്റ തള്ളമാരുടെ നോവറിയാത്ത ഈ നാടിന് ഉണർത്താൻ ഹൈന്ദവ സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. കൊണ്ടുപോകുന്നവന് വേദന അറിയില്ലെങ്കിലും പെറ്റ വയറിന് നോവറിയും. സ്വന്തം അമ്മയ്ക്ക് ജന്മം നൽകിയ അച്ഛന് ഒരു ഉരുള പിണ്ണച്ചോറ് ഉരുട്ടി വെക്കാനുള്ള അവകാശം പോലും പണയം വെച്ച് ജീവിത വഴി തേടി പോകേണ്ട സാധാരണക്കാരൻ അവന്റെ ഉള്ളു കത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടറിയും. ഗതികെട്ടവൻ ഇറങ്ങിപ്പോണതാ, ജോലി തരാം, ഗൾഫിലൊക്കെ ചെന്നാ താമസ സ്ഥലം തരാം, ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരനെ മതം മാറ്റുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് കടം മേടിച്ചിട്ട് അവൻ പോയിരിക്കണത്. കടം വീട്ടാൻ വഴിയില്ല. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഞാൻ ഇവിടെ വന്നാലാണ് ഹിന്ദു, ഞാൻ അവിടെ മതം മാറിയിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ 1 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയാണ് ഞാൻ അവിടെ പോയത്. എന്റെ കടം വീട്ടി തരാം, എനിക്ക് ജോലി തരാം, എനിക്ക് താമസ സ്ഥലം തരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിവൃത്തി ഉണ്ടായില്ല. ഞാനും വിചാരിച്ചു, ശരീരത്തിന്റെ 1 ഇഞ്ച് തോലല്ലേ പോളുള്ളൂ, എന്റെ കടം വീടൂലോ. വേദനയോടുകൂടി ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, വേദനയോട് കൂടിയിട്ട്. ഇങ്ങനെ എത്രയാളുടെ ഉള്ളിൽ കത്തുന്നു. ഇത് നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ സംഘടനകൾ കാണില്ല. അവർക്ക് അഭിമാനിക്കാം, അല്ല അഹങ്കരിക്കാം. മാറ്റിയെടുത്തവരുടെ എണ്ണത്തിൽ അഭിമാനിക്കാം, അഹങ്കരിക്കാം. നിങ്ങൾ കാണുന്നില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന ഒരാളുണ്ട്, എല്ലാം കാണുന്ന ഒരാള്. ഇവരുടെ ഉള്ളിൽ കത്തണത് ഇന്നല്ലെങ്കിൽ നാളെ കാണും, കാണേണ്ടവർ കാണും. ജീവിക്കാൻ വഴിയില്ലാണ്ട മതം പണയം വെച്ച് ജീവിക്കുക. പ്രേമത്തിന്റെ സ്വപ്നങ്ങളെ, കൗമാര സ്വപ്നങ്ങളെ മതത്തിന്റെ മേലങ്കി കൊണ്ടിട്ട് മൂടുക. പൊറുക്കാത്ത തെറ്റ്, പടച്ചോൻ പോലും പൊറുക്കാത്ത തെറ്റ്.
അതുകൊണ്ട് നിർത്താൻ സമയമായി. ഏത് അഹങ്കാരത്തിനും, ഏത് ധിക്കാരത്തിനും, ഏത് തെമ്മാടിത്തരത്തിനും ഒരവസാനമുണ്ട്. ഇത് സമയമായി കഴിഞ്ഞു. അവിടെയാണ് ദൈവം തന്നെ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുട്ടികളെ ഇത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കാനും അത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാൽ നടക്കില്ല. കാരണം പിന്നെന്ത് പിൻവലിക്കാൻ പാണക്കാട്ടുന്നൊരു നോട്ടം ചെന്നാൽ കുടുങ്ങിയില്ലേ. പക്ഷെ മൂപ്പര നോട്ടത്തിനെ മറികടക്കാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഇത് വാർത്തകൾ നിറഞ്ഞു നിന്നത്. അതുകൊണ്ടാണ് ഇത് തേച്ചു മായ്ച്ച് കളയാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇനിയും പടച്ചോന്റെ വിധിക്ക് അപ്പുറം നീങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധികാരം കൊണ്ട് തേച്ചു മായ്ച്ചാൽ ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ട്. വീണ്ടും പറയട്ടെ, ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ട്. കേവലം ഇവിടെ വന്നിട്ട് ഒരു കൂട്ടം കാര്യം പറഞ്ഞാണ് പോയി കളച്ചറൊന്നല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ A to Z അറിയണം, നാട്ടുകാരെ അറിയിക്കണം. അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ മലയാള ഭാഷയിലുള്ള പ്രാവീണ്യം, മറ്റുള്ളവരെ, ഞങ്ങളുടെയൊക്കെ ഭാഷയിലുള്ള പ്രാവീണ്യം മറ്റുള്ളവരെ അറിയിക്കാം. നിങ്ങൾ അവിടെ നിന്നിട്ട് ഒരു റിയാലിറ്റി ഷോ വിലയിരുത്തണമായി, അത് കൊള്ളാം, ഇതിന്റെ സംഗതി കൊള്ളാം, മറ്റേന്റെ സാധനം കൊള്ളാം, ഇനി ഒന്നിന്റെ വേറൊന്നും, അങ്ങനെ വിലയിരുത്താൻ പ്രസംഗ മത്സരം നടത്താനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ വന്നത്. തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കാനും ഞങ്ങൾ ഇതിനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അറിയാമല്ലോ ഹൈന്ദവ സംഘടനകളെ, പറയാ സാധിക്കാത്ത ഒരു കാര്യത്തുമ്മിലും ഞങ്ങൾ പോയി പിടിക്കാറില്ല. സാധിക്കാത്ത ഒരു കാര്യത്തുമ്മിലും ഞങ്ങൾ പോയി പിടിക്കാറില്ല. പിടിച്ചാൽ ഏതെങ്കിലും ഒന്നുമ്പോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചേ ഞങ്ങൾ ഇന്ന് വരെ അതിന്റെ മുകളിൽ നിന്ന് പിടുത്തം വിട്ടിട്ടുള്ളൂ. ഇന്ന് വരെ അത് എന്തുവാണ്, അങ്ങനെ ആയിപ്പോയി. ഈ നാടിന്റെ സ്വഭാവമാണത്. അതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഹൈന്ദവ സംഘടനകൾ നമുക്ക് ഏറ്റിയാ പൊന്താത്ത ഒരു വിഷയം എടുക്കില്ല. ഞങ്ങൾ ഈ വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റിയാ പൊന്തും. ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഇനിയും അനാഥ ബാല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇനിയും സാധാരണക്കാരന്റെ ദീനാനുകമ്പ ഈ വിഷയത്തിൽ ഉണ്ടാകും. അതിന് കള്ള നാണയങ്ങളേത്, നല്ല നാണയങ്ങളേത് എന്ന് തിരിച്ചറിയണം. യഥാർത്ഥ അനാഥർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കിട്ടണം. ജാർഖണ്ഡിലോ ബീഹാറിലോ ബംഗാളിലോ പ്രശ്നമുണ്ടെങ്കിൽ വ്യക്തമായി അന്വേഷിക്കണം. ഇന്ത്യയിൽ എല്ലായിടത്തും 16 വയസ്സുവരെയുള്ള വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാണ്. നടന്നു പോകാവുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. മറ്റേ വിദ്യാഭ്യാസ അവകാശ നിയമം മൗലിക അവകാശമായി പെടുത്തിയിട്ടുണ്ട്. ഈ മൗലികാവകാശം ജാർഖണ്ഡിന് ബാധകമല്ലേ, ബീഹാറിന് ബാധകമല്ലേ, ബംഗാളിന് ബാധകമല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണ്ട എന്ന് ചിലർ തീരുമാനിച്ച നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ വലുത് അങ്ങനെ ചിലർ മാറി നിന്നത് കൊണ്ടാണോ? കേരളത്തിലതായിരുന്നല്ലോ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. ഞങ്ങൾ പിന്നോക്കാണെന്ന് ഇവിടെ ആരും പഠിപ്പിക്കേണ്ടതല്ല. പഠനത്തെക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് പഠിപ്പിച്ചപ്പോ പഠിച്ചില്ല. അതിന്റെ കുറ്റം കിടന്നു മറ്റുള്ളവർക്ക്. ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അതില്ല, ഇതില്ല. അങ്ങോട്ട് വരാതെ അതാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം മതപഠനത്തിനാണെന്ന് പറഞ്ഞപ്പോൾ സ്വയം പിന്നോട്ട് പോയതല്ലാതെ ആരും ഇവിടെ ആരെയും പുറകോട്ട് പോയി